നമസ്കാരം. സഹകാരിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൻ്റെ ഹോം ടാബിലെ എഡിറ്റിംഗ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് എഡിറ്റിംഗ് ഗ്രൂപ്പ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഗ്രൂപ്പാണ്, കുറച്ച് കാര്യങ്ങൾ അതിനകത്തുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ, സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. എഡിറ്റിംഗ് ഗ്രൂപ്പിലേക്ക് പോകും. നോക്ക്, ആദ്യമായിട്ട് അവിടെ നോക്കുമ്പോൾ നമുക്ക് 4 ഫംഗ്ഷനാണ് അവിടെ കാണാൻ പറ്റുക. ഇപ്പോൾ 3 ഉള്ളൂ. ഫൈൻഡിൻ്റെ അവിടെ നോക്കുമ്പോൾ ഒരു ഗോറ്റും കൂടിയുണ്ട്. അങ്ങനെ മൊത്തം 4 ഫംഗ്ഷൻ അവിടെ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഫൈൻഡ്, റീപ്ലേസ്, ഗോ ടു, സെലക്ട്. ഇത്രയും ആദ്യം ബേസിക്കലി പഠിക്കാനുള്ളതാണ് എഡിറ്റിംഗ് ഗ്രൂപ്പിൽ. ഏതൊക്കെയാണ്? ഫൈൻഡ്, റീപ്ലേസ്, ഗോ ടു, സെലക്ട്. ഓക്കെ അല്ലേ? ഫൈൻഡ്, റീപ്ലേസ്, ഗോ ടു, സെലക്ട് ആണ് എഡിറ്റിംഗ് ഗ്രൂപ്പിലുള്ള കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും വളരെ കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ അതിനകത്ത്. ഫൈൻഡ് എന്താണ്, റീപ്ലേസ് എന്താണ്, ഗോ ടു എന്താണെന്നൊക്കെ അറിയാം. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് വേഡിൽ പഠിക്കാനുണ്ട്. സെലക്ഷൻ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം, എന്തൊക്കെയാണ് സെലക്ഷനിൽ വരുന്ന ഷോർട്ട് കട്ട് കീസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം വരുന്നത് ഈ ഒരു ഗ്രൂപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പ് വളരെ പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ്. അത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തത് അവിടെ ഓർമ്മിച്ചിരിക്കുക. അവിടെ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഫൈൻഡ്, റീപ്ലേസ്, ഗോ ടു ആണ്. അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫൈൻഡ് എന്താണെന്ന് അറിയാം. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫൈൻഡിൻ്റെ ആ ഒരു യൂസ് ചെയ്യുന്നതാണ് ഫൈൻഡ് ചെയ്യുക. അതായത് പാരഗ്രാഫ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന വാക്ക് എന്ത് ചെയ്ത് തരും, അവർ കണ്ടുപിടിച്ച് തരും. അതാണ് ഫൈൻഡ്. നോക്ക്, ഇവിടെ ഫൈൻഡ് എടുക്കുമ്പോഴത്തേക്കും ഒരു ഡയലോഗ് ബോക്സ് വരും. ഫൈൻഡ് കൊടുക്കുമ്പോൾ വരുന്ന ഡയലോഗ് ബോക്സിൻ്റെ പേരാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ്. ഫൈൻഡ് ആയാലും റീപ്ലേസ് കൊടുത്താലും ഗോ ടു കൊടുത്താലും ഓപ്പണായി വരുന്നത് ഒറ്റ ഡയലോഗ് ബോക്സിലാണ്. ആ ഡയലോഗ് ബോക്സിൻ്റെ പേര് അതാണ്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ആണ്. അപ്പോൾ ഇതിൽ ഫൈൻഡ് വാട്ട് എന്നുള്ള ചോദ്യമാണ് ആദ്യം ഉള്ളത്. ഫൈൻഡ് വാട്ടിൽ നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. ഇപ്പം ഞാൻ അതർ എന്ന് പറയുന്ന വാക്ക് ഇതിലുണ്ടോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതർ എന്ന് പറയുന്ന വാക്ക് ടൈപ്പ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ അതർ എന്ന വാക്കിലേക്ക് എന്ത് ചെയ്യും, കഴ്സർ പോവും. കണ്ടില്ലേ, ഇവിടെ അതർ എന്ന അടുത്തൊരു വാക്കിലേക്ക് പോയി. ആ വാക്കിലേക്കൊക്കെ എന്ത് ചെയ്ത് പോവും, ഫൈൻഡ് ആയി പോവും. ഫൈൻഡ് ഷോർട്ട് കട്ട് കീയൊക്കെ നമുക്കറിയാം. ഫൈൻഡ് ഷോർട്ട് കട്ട് കീ Ctrl+F ആണെന്ന് അറിയാം. ഓക്കെ, ഫൈൻഡ് ഷോർട്ട് കട്ട് കീ Ctrl+F ആണ്. ഇനി റീപ്ലേസ് ആണ് അടുത്ത് പഠിക്കുന്നത്. ഫൈൻഡ് ചെയ്ത വാക്കുകളെ മാറ്റി വേറൊരു വാക്ക് ആക്കാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, റീപ്ലേസ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതർ എന്ന് പറയുന്ന വാക്കിന് പകരം വേറൊരു വാക്ക് നിങ്ങൾക്ക് അവിടെ വേണം. ഇപ്പോൾ മെനി എന്ന് പറയുന്ന വാക്ക് അവിടെ വേണം. മെനി കൊടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് റീപ്ലേസ് ഉണ്ട്, റീപ്ലേസ് ആളുണ്ട്. റീപ്ലേസ് ആൾ കൊടുത്താൽ എല്ലാം അതറും എന്ത് ചെയ്ത് പോവും, മെനി ആയി പോവും. റീപ്ലേസ് കൊടുത്താൽ കറൻ്റ്ലി സെലക്റ്റഡ് ആയിരിക്കുന്ന അതർ മാത്രം എന്തായി പോവും, റീപ്ലേസ് ആയി പോകും. അപ്പോൾ ഇവിടെ റീപ്ലേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. റീപ്ലേസിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ടാബിൽ ആരുമുണ്ട്, ഫൈൻഡും ഉണ്ട്, റീപ്ലേസും ഉണ്ട്. ഫൈൻഡിൽ മാത്രമേ ഉള്ളൂ, ഫൈൻഡ് മാത്രമേ ഉള്ളൂ. റീപ്ലേസിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണ് റീപ്ലേസിൽ വരിക. കാരണം ഫൈൻഡ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചാണ്. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണ്. ഫൈൻഡ് ചെയ്തിട്ടാണ്, ഫൈൻഡ് ചെയ്താലേ റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷൻ ഉള്ളത് റീപ്ലേസിലാണ് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ഇനി ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ ചോദിച്ചാൽ Ctrl+H എടുക്കുക. ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ ചോദിച്ചാൽ Ctrl+H എടുക്കുക. കാരണം ഫൈൻഡ് റീപ്ലേസും ചെയ്യണമെന്നുള്ളത് കൊണ്ടാണല്ലോ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് കീ ചോദിച്ചാൽ Ctrl+H, ഫൈൻഡ് Ctrl+F ആണ്. ഇനി റീപ്ലേസ് മാത്രം ചോദിച്ചാലും Ctrl+H ആണ് ഉപയോഗിക്കുന്നത്. റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+H ആണ്. ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+H ആണ്. ക്ലിയർ അല്ലേ? ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കാണപ്പെടുന്ന ഓപ്ഷനും റീപ്ലേസ് ആണ് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. കാരണം റീപ്ലേസിൽ ആണ് ഇവ രണ്ടും ഉള്ളത്. രണ്ടും ചെയ്യണമെങ്കിൽ റീപ്ലേസ് എടുത്താലേ പറ്റുള്ളൂ എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അത് അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫൈൻഡ്, റീപ്ലേസ് എന്നുള്ളത്. ഫൈൻഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, റീപ്ലേസ് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഫൈൻഡ് റീപ്ലേസ് ഉള്ളത് എവിടെയാണ്, റീപ്ലേസിലാണ്. ഫൈൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ആണ്. റീപ്ലേസിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്താണ്, ഫൈൻഡ് ആണെന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇനി ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈൻഡ് ഉപയോഗിക്കാം, റീപ്ലേസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഫൈൻഡ് Ctrl+H ഉപയോഗിക്കാം, Ctrl+F ഉപയോഗിക്കാം. എന്നാൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആവണമെങ്കിൽ അവിടെ റീപ്ലേസ് ആണ് എന്നുള്ളതാണ്. റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ പഠിക്കുന്നത്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്നത് ആ ഒരു കമാൻഡാണ്. അല്ലെങ്കിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ റീപ്ലേസ് എടുത്താൽ മതി എന്നുള്ളതാണ്. റീപ്ലേസിലാണ് ഫൈൻഡും റീപ്ലേസും ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ഇനി അടുത്തതാണ് ഗോ ടു എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗോ ടു എന്താണെന്നുള്ളത് ഓർമ്മിക്കണം. ഗോ ടു വളരെ പ്രധാനപ്പെട്ട കാര്യം.
അതായത് ഒരു സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഡോക്യുമെൻറ്റിൻ്റെ ലൊക്കേഷനുകളിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. പല പല ലൊക്കേഷനുകൾ നമുക്കുണ്ടാവും. പേജ് നമ്പേഴ്സ് ഉണ്ടാവും, ലൈൻ നമ്പേഴ്സ് ഉണ്ടാവും, ഹെഡർ ആൻഡ് ഫൂട്ടർ ഉണ്ടാവും, അതുപോലെ എന്താണ് ടേബിളുകൾ ഉണ്ടാവും, അതുപോലെ ഗ്രാഫിക്സുകൾ ഉണ്ടാവും. ഇങ്ങനെ പല ഭാഗങ്ങൾ നമ്മുടെ വേർഡിലുണ്ടാവും. ഈ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്ത് പോവുക, ഈ വേർഡിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഗോറ്റു. ഗോറ്റു എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൻ്റെ ലൊക്കേഷനുകളിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനം. അങ്ങനെ തന്നെ പഠിക്കണം. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൻ്റെ ലൊക്കേഷനുകളിലേക്ക്, വിവിധ ലൊക്കേഷനുകളിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഗോറ്റു. അതങ്ങനെ തന്നെ ആ ഒരു അർത്ഥത്തിൽ തന്നെ പഠിക്കണേ. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൻ്റെ വിവിധ ലൊക്കേഷനുകളിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് പിള്ളേരെ ഗോറ്റു എന്ന് പറയുന്നത്. മറന്നു പോകരുത്. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൻ്റെ വിവിധ ലൊക്കേഷനുകളിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തെയാണ് ഗോറ്റു എന്ന് പറയുന്നത്. ഷോർട്ട് കട്ട് കീ Ctrl+, നമുക്കിവിടെ Ctrl+G ഉപയോഗിക്കാം. Ctrl+G ഉപയോഗിക്കാം. ഓർമ്മിച്ചിരിക്കാം, മറക്കൽ. Ctrl+G ഉപയോഗിക്കാം. ഗോറ്റുവിന് Ctrl+G ഉപയോഗിക്കാം. അതുപോലെ ഓർമ്മിച്ചിരിക്കുക, F5 ഉപയോഗിക്കാം. ഗോറ്റുവിന് 2 ഷോർട്ട് കട്ട് കീയാണുള്ളത്. Ctrl+Gയും F5ഉം ഉപയോഗിക്കുക എന്നുള്ളതാണ്. F5 ഉപയോഗിച്ചും Ctrl+G ഉപയോഗിച്ചും ഗോറ്റു ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാം. ഇനി അവിടെ അടുത്തൊരു കാര്യം പഠിക്കാനുള്ളത് ഗോറ്റുവിലുള്ള ആ ലൊക്കേഷനുകളാണ്. എഴുതി പഠിച്ചോളണം, വളരെ പ്രധാനം. 13 ലൊക്കേഷനാണ് നമുക്ക് അവിടെ ഉള്ളത്. ഒന്നാമത്തത് പേജാണ്. മാർക്കൽ പേജ്, സെക്ഷൻ, ലൈൻ, ബുക്ക് മാർക്ക്, കമൻറ്റ്, ഫുട് നോട്ട്. ആദ്യം ഇത്രയും ഒന്ന് പഠിക്കുക. പേജ്, സെക്ഷൻ, ലൈൻ, ബുക്ക് മാർക്ക്, കമൻറ്റ്, ഫുട് നോട്ട്, എൻഡ് നോട്ട്, ഫീൽഡ്, ടേബിള്, ഗ്രാഫിക്, ഇക്വേഷൻ, ഒബ്ജക്റ്റ്, ഹെഡിങ്. ഓർമ്മിച്ചിരിക്കണേ. അപ്പോൾ ഏതൊക്കെയാ എടാ, പേജ്, സെക്ഷൻ, ലൈൻ, ബുക്ക് മാർക്ക്, കമൻറ്റ്, ഫുട് നോട്ട്. പേജ്, സെക്ഷൻ, ലൈൻ, ബുക്ക് മാർക്ക്, കമൻറ്റ്, ഫുട് നോട്ട്. അടുത്ത് എൻഡ് നോട്ട്, ഫീൽഡ്, ടേബിള്, ഗ്രാഫിക്, ഇക്വേഷൻ, ഒബ്ജക്റ്റ്, ഹെഡിങ്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും സ്ഥലങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും സ്ഥലങ്ങളിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും സ്ഥലങ്ങളിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോറ്റു എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. Ctrl+G ആണ് പിള്ളേരെ ഷോർട്ട് കട്ട് കീ. ഇത്രയും ഓക്കെ അല്ലേ? ഫൈൻഡ്, റീപ്ലേസ്, ഗോറ്റു. ക്ലിയർ അല്ലേ? അത് ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, ഇനിയാണ് സെലക്ഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ സെലക്റ്റിനകത്ത് സെലക്ട് ഓൾ, സെലക്ട് ഒബ്ജക്റ്റ്, സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റ്, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളതെങ്കിലും നമ്മളിവിടെ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കണം. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി 2 പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ് ഉള്ളത്. ഒന്ന് കീബോർഡ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം, മൗസ് ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. നമുക്ക് ആദ്യം കീബോർഡ് ഉപയോഗിച്ചുള്ള സെലക്ഷനിലേക്ക് പോവാം. നോക്ക് പിള്ളേരെ, ഇതൊരു പാരഗ്രാഫാണ്. ശ്രദ്ധിച്ച് കേട്ടോളേ, ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും തെറ്റരുത്. അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന സെക്ഷൻ്റെ പേരാണ് കഴ്സർ മൂവ്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കഴ്സർ മൂവ്മെൻറ്റ് പഠിക്കും, പിന്നീട് സെലക്ഷൻ പഠിക്കും. ഓക്കെ, അപ്പോൾ കഴ്സർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ബ്ലിങ്ക് ചെയ്യുന്ന ഈ ക്യാരക്ടറാണ് എന്ന് പറയുന്നത് കഴ്സർ ഇപ്പോൾ നിലവിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ബിഗിനിങ് ഓഫ് എ ലൈനാണ്, അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് എ വേർഡാണ്. ഒരു വേർഡിൻ്റെ ബിഗിനിങ്ങിലാണ് കഴ്സർ ഇരിക്കുന്നത്. നമുക്ക് ഈ കഴ്സറിനെ ഈ വേർഡിനുള്ളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതേപോലെ വേർഡിനുള്ളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമുക്കതിന് ഏത് കീ ഉപയോഗിക്കാം? ആരോ കീ ഉപയോഗിക്കാം അല്ലേ? ആരോ കീ ഉപയോഗിച്ച് വേർഡിനുള്ളിലൂടെ കഴ്സറിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്പോൾ ഏത് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഇതിപ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. തിരിച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ പറയാം? ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ക്യാരക്ടർ റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ. ക്ലിയർലി? അപ്പോൾ ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ക്യാരക്ടർ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ, അല്ലെങ്കിൽ ക്യാരക്ടറിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ, കഴ്സറിനെ നമുക്ക് ക്യാരക്ടറുകൾക്കിടയിലൂടെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ക്യാരക്ടർ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ
റൈറ്റ് സൈഡിൽ കഴ്സർ പൊസിഷൻ റൈറ്റ് സൈഡിലേക്ക് കഴ്സറിനെ മൂവ് ചെയ്യണമെങ്കിൽ ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ക്യാരക്ടർ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ നമ്മൾ ഏത് കീ കൊടുക്കും? റൈറ്റ് ആരോ കീ ഉപയോഗിക്കും. റൈറ്റ് ആരോ കീ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. തിരിച്ചാ ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ആരോ കീ ഉപയോഗിക്കാം? ലെഫ്റ്റ് ആരോ കീ ഉപയോഗിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം പഠിക്കാം. ഓക്കെ, ടു മൂവ് ദ ക്യാരക്ടർ ബിറ്റ്വീൻ ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ക്യാരക്ടർ, അങ്ങനെയാണ്. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ക്യാരക്ടർ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ റൈറ്റ് ആരോ കീയും, ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ എന്താണ്? ലെഫ്റ്റ് ആരോ കീയും നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അത് ഓർമ്മിക്കാം. ഇനി ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ലൈൻസ്, ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ലൈൻസ്, ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ലൈൻസ് ഫ്രം ഡൗൺവേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ, ഡൗൺവേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ ഏതാരോ കീ? താഴോട്ടുള്ള ഡൗൺ ആരോ കീ ഉപയോഗിക്കും. ക്ലിയർലി? ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ലൈൻസ്, ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ലൈൻസ്, ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ലൈൻസ് എഴുതിക്കോളെ. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ലൈൻസ് ഫ്രം ഡൗൺവേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ താഴോട്ടുള്ള ഡൗൺ ആരോ കീ ഉപയോഗിക്കും. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ലൈൻസ് അപ്വേർഡ് ഓഫ് ദ ലൈൻ ആണെങ്കിൽ അപ്പ് ആരോ ഉപയോഗിക്കും. അപ്പ് ആരോ ആണ് ഉപയോഗിക്കുന്നത്. 4 ആരോ കീയുടെ ക്വസ്റ്റ്യനാണ് പഠിച്ചത്. ആദ്യം അത് പഠിക്കാം. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ റൈറ്റ് ആരോ കീ. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ ലെഫ്റ്റ് ആരോ കീ. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ലൈൻസ് ഫ്രം ഡൗൺവേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ ഡൗൺ ആരോ കീ. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ലൈൻസ് ഫ്രം അപ്വേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ അപ്പ് ആരോ കീയും ഉപയോഗിക്കും. ഇത്രയും ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ശ്രദ്ധിച്ചു എല്ലാവരും. ഇനി അടുത്ത് നോക്കിയോ, എൻ്റെ ക്വസ്റ്റ്യനാണ്. അടുത്ത കഴ്സറിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചത് നിങ്ങൾ. കഴ്സറിൻ്റെ മൂവ്മെൻ്റ് ആണ് നോക്കേണ്ടത്. എല്ലാവരും അവിടെ ബോർഡിൽ കഴ്സറിൻ്റെ മൂവ്മെൻ്റ് ആണ് നോക്കേണ്ടത്. കഴ്സറിൻ്റെ മൂവ്മെൻറ്റ് കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക്? കഴ്സർ മൂവ് ചെയ്യണത് എങ്ങനെയാണ്? വേർഡുകൾക്കിടയിലൂടെ അല്ലേടാ കഴ്സർ മൂവ് ചെയ്യണേ? കഴ്സർ വേർഡുകൾക്കിടയിലൂടെ അല്ലേ മൂവ് ചെയ്യണേ? നോക്ക്, കഴ്സർ വേർഡുകൾക്കിടയിലൂടെ അല്ലേ മൂവ് ചെയ്യണേ? ഇപ്പം നോക്ക്, ക്യാരക്ടറുകൾക്കിടയിലൂടെ അല്ലല്ലോ, വേർഡുകൾക്കിടയിലൂടെ അല്ലേ മൂവ് ചെയ്യണേ? നോക്ക്, വേർഡുകൾക്കിടയിലൂടെ അല്ലേ കഴ്സർ മൂവ് ചെയ്യണേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ചോദ്യമാണ് ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ വേർഡ്സ്. മറക്കൽ, ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ വേർഡ്സ് ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ. നേരത്തെ ക്യാരക്ടറാണ് പഠിച്ചത്, ഇപ്പോൾ വേർഡ്സ് ആയി. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ വേർഡ്സ് ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ. അതാണ് ചോദ്യം. മറക്കല്ല, ചോദ്യം ശ്രദ്ധിക്കുക. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ വേർഡ്സ് ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ എന്നാണ് ചോദ്യമെങ്കിൽ അവിടുത്തെ ആൻസർ കൺട്രോൾ പ്ലസ്. ഓർമ്മിക്കുക, കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ, കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ വേർഡ്സ് ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ, കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ. അപ്പോൾ തിരിച്ച് പറയാലോ, ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ വേർഡ്സ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ, ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ വേർഡ്സ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ ഇപ്പോൾ കഴ്സർ ഇവിടെ ഇരിക്കുകയാണ്. കഴ്സർ താണ്ട ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കിയോ, ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. നോക്കിയോ, ലെഫ്റ്റ് സൈഡ് വേർഡുകൾക്കിടയിലൂടെ മൂവ് ചെയ്യാണ്. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ വേർഡ്സ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണ് കൺട്രോൾ പ്ലസ് എന്താണ്? ലെഫ്റ്റ് ആരോ, കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോ. ഓക്കെ അല്ലേ? ശരി, അടുത്ത് ശ്രദ്ധിച്ചേ. ഇനി നമ്മളിപ്പോൾ കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോയും കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോയും പഠിച്ചു. വേർഡുകൾക്കിടയിലൂടെ റൈറ്റിലോട്ടും വേർഡുകൾക്കിടയിലൂടെ ലെഫ്റ്റിലോട്ടും. നേരത്തെ വെറും ലെഫ്റ്റ് ആരോയും വെറും റൈറ്റ് ആരോയും പഠിച്ചു. റൈറ്റ് ആരോ ആണെങ്കിൽ ക്യാരക്ടറുകൾക്കിടയിലൂടെ റൈറ്റിലോട്ട്, ലെഫ്റ്റ് ആരോ ആണെങ്കിൽ ക്യാരക്ടറുകൾക്കിടയിലൂടെ ലെഫ്റ്റിലോട്ട്. ഇത് ഇത്രയും അറിയാം. ഇനി അപ്പ് ആരോ ഡൗൺ ആരോ പഠിച്ചു. അപ്പ് ആരോ എന്ന് പറഞ്ഞാൽ വരികൾക്കിടയിലൂടെ മുകളിലോട്ട്, ഡൗൺ ആരോ വരികൾക്കിടയിലൂടെ താഴോട്ട്. ഓക്കെ, അതറിയാം. അപ്പോൾ ഇനി അടുത്ത ചോദ്യമാണ് കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ. നോക്ക്, ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ പാരഗ്രാഫ്. നോക്ക്, ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ പാരഗ്രാഫ്. മറക്കല്ലേ പിള്ളേർ? ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ പാരഗ്രാഫ് ഡൗൺവേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ പാരഗ്രാഫ് ഫ്രം ഡൗൺവേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഡൗൺ ആരോയും, ടു മൂവ് ദ
കഴ്സർ ബിറ്റ്വീൻ പാരഗ്രാഫ് അപ്വേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് അപ്പ് ആരോ ഉപയോഗിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ, കൺട്രോൾ പ്ലസ് അപ്പ് ആരോ, ഇതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ, കൺട്രോൾ പ്ലസ് അപ്പ് ആരോ, എല്ലാം കഴ്സർ മൂവ്മെൻ്റ് ആണ്. സെലക്ഷൻ അല്ല, കഴ്സർ മൂവ്മെൻറ്റാണ് പഠിക്കുന്നത്. ടു മൂവ് ദ കഴ്സർ, മറക്കല്ലേ, ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ പാരഗ്രാഫ് ഫ്രം ഡൗൺവേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ പാരഗ്രാഫ് ഡൗൺവേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഡൗൺ ആരോയും, ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ പാരഗ്രാഫ് അപ്വേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് അപ്പ് ആരോയും ഉപയോഗിക്കും. ഇത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? കഴ്സർ മൂവ്മെൻറ്റ് കീബോർഡാണ് പഠിച്ചത്, ഓക്കെ അല്ലേ? ഇനി അടുത്ത് ശ്രദ്ധിച്ച്, കഴ്സർ മൂവ്മെൻറ്റാണ് പഠിക്കുന്നത്. നമ്മൾ ആരോ കീ വച്ചിട്ടുള്ളതും കൺട്രോൾ ആരോ കീ വച്ചിട്ടുള്ളതും നമ്മൾ പഠിച്ചു. ഓക്കെ, മൊത്തം 4 8 പഠിച്ചു. ക്ലിയർലി 8 മൂവ്മെൻറ്റുകളാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്, പഠിച്ചത്. അടുത്ത് ടു മൂവ് ദ കഴ്സർ. ഇപ്പോൾ ഇവിടെ കഴ്സർ ഇവിടെ നിൽക്കുകയാണ്, കഴ്സർ ഒരു വരിയിൽ നിൽക്കുകയാണ്. ടു മൂവ് ദ കഴ്സർ, ടു മൂവ് ദ കഴ്സർ എൻഡ് ഓഫ് ദ ലൈൻ. ഓക്കെ, ടു മൂവ് ദ കഴ്സർ എൻഡ് ഓഫ് ദ ലൈൻ, അല്ലെങ്കിൽ ടു മൂവ് ദ കഴ്സർ. ഇപ്പോൾ കഴ്സർ ഇവിടെ നിൽക്കുകയാണ്, ഒരു വരിയിൽ നിൽക്കുകയാണ്, ഈ വരിയുടെ ഈ ഭാഗത്ത് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഈ വരിയുടെ അവസാനം നമുക്കിങ്ങനെ പറയാം, ടു മൂവ് ദ കഴ്സർ എൻഡ് ഓഫ് ദ ലൈൻ ഫ്രം സ്റ്റാൻഡിങ് ലൈൻ. അതായത് നിൽക്കുന്ന വരിയിൽ നിന്ന് ആ വരിയുടെ എൻഡിലേക്ക് പോകുന്നതിന്, എൻഡിലേക്ക് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന കീ എന്നാണ് ടു മൂവ് ദ കഴ്സർ എൻഡ് ഓഫ് ദ ലൈൻ. ടു മൂവ് ദ കഴ്സർ ഇൻ ടു ദ എൻഡ് ഓഫ് ദ ലൈൻ, അങ്ങനെ എഴുതാം. ടു മൂവ് ദ കഴ്സർ ഇൻ ടു ദ എൻഡ് ഓഫ് ദ ലൈൻ ഫ്രം സ്റ്റാൻഡിങ് ലൈൻ. ഓക്കെ, നിൽക്കുന്ന വരിയിൽ നിന്ന് ആ വരിയുടെ അവസാനത്തേക്ക് കഴ്സറിനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കീ ഏത് എന്നാണ്. ക്ലിയർലി? അപ്പോൾ ടു മൂവ് ദ കഴ്സർ എൻഡ് ഓഫ് ദ ലൈൻ, ടു മൂവ് ദ കഴ്സർ ഇൻ ടു ദ എൻഡ് ഓഫ് ദ ലൈൻ ഫ്രം സ്റ്റാൻഡിങ് ലൈൻ, അങ്ങനെ പഠിക്കാം. മറക്കല്ല്, ടു മൂവ് ദ കഴ്സർ, ടു മൂവ് ദ കഴ്സർ എൻഡ് ഓഫ് ദ ലൈൻ ഫ്രം സ്റ്റാൻഡിങ് ലൈൻ. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന കീ എൻഡ് കീ ആണ്, ഓർമ്മിച്ചിരിക്കുക, എൻഡ് കീ ആണ്. ടു മൂവ് ദ കഴ്സർ എൻഡ് ഓഫ് ദ ലൈൻ ഫ്രം സ്റ്റാൻഡിങ് ലൈൻ ആണ്. നോക്കിയോ, കഴ്സർ ഇവിടെ ഇതായിരിക്കുകയാണ്, ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ എൻഡ് കീ കൊടുക്കാൻ പോവുകയാണ്. എൻഡ് കീ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എൻഡ് കീ കൊടുക്കുമ്പോൾ കഴ്സർ എവിടെ വന്നു? എൻഡ് ഓഫ് ദ ലൈനിലേക്ക് വന്നു. കണ്ടോ, എൻഡ് കീ കൊടുക്കുമ്പോൾ കഴ്സർ എവിടെ വന്നു? എൻഡ് ഓഫ് ദ ലൈനിലേക്ക് വന്നു. ടു മൂവ് ദ കഴ്സർ ഇൻ ടു ദ എൻഡ് ഓഫ് ദ ലൈൻ ഫ്രം സ്റ്റാൻഡിങ് ലൈൻ. ഇരിക്കുന്ന ലൈനിൽ നിന്ന് വരിയുടെ അവസാനത്തെ ഭാഗത്തേക്ക് പോകാം, വരിയുടെ അവസാനത്തേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീ ആണ് എൻഡ് കീ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കിങ്ങനെ എഴുതാം, ടു മൂവ് ദ കഴ്സർ ഇൻ ടു ദ ബിഗിനിങ് ഓഫ് എ ലൈൻ ഫ്രം സ്റ്റാൻഡിങ് ലൈൻ. ഇപ്പോൾ ഈ വരിയിലാണ് ഇരിക്കുന്നത്, കഴ്സർ ഇവിടെയാണ് ഇരിക്കുന്നത്. നമുക്ക് കൺട്രോൾസിൻ്റെ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ വരിയുടെ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ക്ലിയർലി? അപ്പോൾ ഈ വരിയുടെ ബിഗിനിങ്ങിലേക്ക് കഴ്സറിനെ കൊണ്ടുപോയി. ടു മൂവ് ദ കഴ്സർ, മറക്കല്ലേ പിള്ളേരെ, ടു മൂവ് ദ കഴ്സർ, കഴ്സർ ഇവിടെ ഇരിക്കുകയാണ്. ടു മൂവ് ദ കഴ്സർ ഇൻ ടു ദ ബിഗിനിങ് ഓഫ് എ ലൈൻ ഫ്രം സ്റ്റാൻഡിങ് ലൈൻ. അപ്പം നോക്കിയോ, അപ്പം ഞാൻ അതിന് കൊടുക്കുന്ന കീ ഇതാണ്, ഹോം കീ ആണ്. ഹോം കീ കൊടുക്കുമ്പോഴത്തേക്കും ബിഗിനിങ്ങിലേക്ക് വന്നു. ക്വസ്റ്റ്യൻ എന്താ? ടു മൂവ് ദ കഴ്സർ, മറക്കല്ലേ, ടു മൂവ് ദ കഴ്സർ into the beginning of a line from standing line. To move the cursor into the end of the line from standing line ആണെങ്കിൽ end കീയും, to move the cursor beginning of a line from the standing line ആണെങ്കിൽ ഹോം കീയും ഉപയോഗിക്കും. ക്ലിയർലി? അപ്പോൾ end കീ, ഹോം കീ, ഓക്കെ. ഇനി അടുത്ത കഴ്സർ ഒരു സ്ഥലത്തിരിക്കുകയാണ്. ക്ലിയർ? ഒരു സ്ഥലത്ത് കഴ്സർ ഇരിക്കുകയാണ്. ഞാനടുത്ത് കൊടുക്കുന്ന കീ, ഒരു കീ കൊടുത്തു. അപ്പോൾ കഴ്സർ എവിടെ വന്നു? എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റിൽ വന്നു. ക്ലിയർ അല്ല? അപ്പോൾ ടു മൂവ് ദ കഴ്സർ എഴുതിക്കണം, ഇങ്ങനെ എഴുതിക്കണം, ടു മൂവ് ദ കഴ്സർ ഇൻ ടു ദ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. അതാണ് ചോദ്യം. ടു മൂവ് ദ കഴ്സർ ഇൻ ടു ദ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. കഴ്സറിനെ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ, എവിടെ ഇരുന്നാലും കഴ്സറിനെ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കീയാണ് കൺട്രോൾ പ്ലസ് എൻഡ് കീ. ടു മൂവ് ദ കഴ്സർ ഇൻ ടു ദ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റ്, കൺട്രോൾ പ്ലസ് എൻഡ് കീ. ടു മൂവ് ദ കഴ്സർ ഇൻ ടു ദ end of the document, control plus end key. To move the cursor into the beginning of the document, to move the cursor into the beginning of the document, to move the cursor into the beginning of the document. മറക്കല്ലേ, to move the cursor into the beginning of the document ആണെങ്കിൽ control plus home key, control plus home key. To move the cursor into the end of the document ആണെങ്കിൽ control plus end key.
ടു മൂവ് ദ കഴ്സർ ഇൻ ടു ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെൻ്റ് ആണ് ഈ കൺട്രോൾ പ്ലസ് ഹോം കീ എന്ന് പറഞ്ഞത് ഉപയോഗിക്കാം. അപ്പോൾ കഴ്സർ മൂവ്മെൻറ്റ് വളരെ പ്രധാനം. കഴ്സർ മൂവ്മെൻ്റ് ആണ് നമ്മൾ പഠിച്ചത്. കീബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കഴ്സർ, മൗസ് ഉപയോഗിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാമല്ലോ. പക്ഷേ കീബോർഡ് ഉപയോഗിച്ചുള്ള കഴ്സർ മൂവ്മെൻറ്റ് വളരെ വളരെ പ്രധാനം, ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ രീതിയിൽ തന്നെ എന്ത് ചെയ്ത് വരിക, പഠിച്ച് വരിക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? കഴ്സർ മൂവ്മെൻറ്റ് ഓക്കെ അല്ലേ? ഇനി സെലക്ഷനാണ്. സെലക്ഷൻ എളുപ്പമാണ് പഠിക്കാൻ. സെലക്ഷൻ പഠിക്കാൻ നമ്മളിപ്പോൾ കഴ്സർ മൂവ്മെൻറ്റ് പഠിച്ചില്ലേടാ. കഴ്സർ മൂവ്മെൻറ്റിൻ്റെ ആ കീകളോടൊപ്പം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ ആയി എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എളുപ്പമാണ്, നിങ്ങൾക്കത് ഒരു കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി. ഷിഫ്റ്റ് ഇപ്പോൾ കീബോർഡ് ഉപയോഗിച്ചുള്ള സെലക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സ്റ്റെൻഡ് സെലക്ഷനാണ് അവിടെ വരിക. ക്ലിയർ അല്ലേ? സെലക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ എപ്പോഴും ഓർമ്മിക്കുക. മൈൻഡിൽ പഠിച്ച് വയ്ക്കുക. സെലക്ഷൻ എക്സ്റ്റെൻഡേഷൻ ഉപയോഗിക്കുന്ന കീ ഷിഫ്റ്റ് കീ ആണ്. അത് ഇനി ഏതായാലും ടെക്സ്റ്റ് ആയിക്കോട്ടെ, പാരഗ്രാഫ് ആയിക്കോട്ടെ, ക്യാരക്ടർ ആയിക്കോട്ടെ, ഷേപ്പ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, സെലക്ഷൻ എക്സ്റ്റെൻഡേഷൻ ഉപയോഗിക്കുന്ന കീ എന്താണ്? ഷിഫ്റ്റ് കീ ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഞാൻ കഴ്സർ മൂവ്മെൻറ്റ് നിങ്ങളടുത്ത് പറഞ്ഞല്ലോ. ഇത്രയും നിങ്ങൾ കഴ്സർ മൂവ്മെൻറ്റ് പഠിച്ച സെലക്ഷൻ എളുപ്പമാണ്. കൂടെ ഏത് കീ പ്രസ് ചെയ്താൽ മതി? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്താൽ മതി. കഴ്സർ പോണതിൻ്റെ കൂടെ ആരും വന്നോളും, സെലക്ഷൻ വന്നോളും. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ക്യാരക്ടർ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ നമ്മൾ റൈറ്റ് ആരോ കൊടുക്കും. റൈറ്റ് ആരോ കൊടുക്കുമ്പോൾ ഇവിടുന്ന് കഴ്സർ ചാടി ഇപ്പുറത്ത് വരും, അടുത്ത് വീണ്ടും ഇപ്പുറത്ത് ചാടി 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 അങ്ങനെ പോകും. ക്ലിയർ അല്ലേ? അപ്പോൾ കഴ്സർ ക്യാരക്ടർക്കിടയിലൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മൂവ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ഏതാരോ കൊടുക്കുമ്പോഴാണ്, റൈറ്റ് ആരോ കൊടുക്കുമ്പോഴല്ലേ. അപ്പോൾ റൈറ്റ് ആരോടൊപ്പം ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്താലോ കഴ്സർ പോണതിൻ്റെ കൂടെ എന്തും എക്സ്റ്റെൻഡ് ആവും, സെലക്ഷനും എക്സ്റ്റെൻഡ് ആവും. നോക്ക്, ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റൈറ്റ് ആരോ കൊടുക്കുകയാണ്. നോക്ക്, കണ്ട സെലക്ഷൻ എക്സ്റ്റെൻഡ് ആവണം, കണ്ട സെലക്ഷൻ എക്സ്റ്റെൻഡ് സെലക്ഷൻ ഇല്ലേ, കണ്ടില്ലേ? സെലക്ഷൻ എക്സ്റ്റെൻഡ് ആവണല്ലേ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, ഇങ്ങനെ പഠിക്കുക. എക്സ്റ്റെൻഡ് സെലക്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ ക്യാരക്ടർ ഫ്രം right side of the cursor position. Extend a selection between character from right side of the cursor position ആണെങ്കിൽ shift plus right arrow. Extend a selection between character from right side of the cursor position ആണെങ്കിൽ shift plus right arrow. മറക്കല്ലേ പിള്ളേരെ? extend a selection between character from right side of the cursor position ആണെങ്കിൽ shift plus right arrow. extend a selection between, മറക്കല്ലേ, extend a selection between character from left side of the cursor position ആണെങ്കിൽ extend a സെലക്ഷൻ ബിറ്റ്വീൻ ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ആരോയും ഉപയോഗിക്കും. ഇപ്പോൾ ക്യാരക്ടർക്കിടയിലൂടെ സെലക്ഷനാണ്, ക്യാരക്ടർക്കിടയിലൂടെ കഴ്സർ കൊണ്ടുപോയി റൈറ്റ് ആരോ ലെഫ്റ്റ് ആരോ ഉപയോഗിച്ചാൽ മതി. എന്നാൽ സെലക്ഷനും കൂടി വേണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ, എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ ക്യാരക്ടർ ഫ്രം ഏത് സൈഡ്? റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ. ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ ക്യാരക്ടർ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ, എന്നാൽ അവിടെ പഠിക്കേണ്ടത് അടുത്തതാണ് ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ആരോ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ എന്നാണ്. അപ്പോൾ അത് അവിടെ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഈ സെലക്ഷൻ എക്സ്റ്റെൻഡേഷൻ പഠിക്കാൻ മുമ്പ് നമുക്ക് ഏത് പഠിക്കണം? കഴ്സർ മൂവ്മെൻറ്റ് പഠിക്കണം. കഴ്സർ മൂവ്മെൻറ്റ് അറിയാമെന്നുള്ളവർക്ക് സെലക്ഷൻ എക്സ്റ്റെൻഡേഷൻ ഓക്കെയാണ്. ഇനി അടുത്ത കഴ്സർ മൂവ്മെൻറ്റ് നമ്മൾ പഠിച്ചത് എങ്ങോട്ടാണ്? ഈ ലൈൻസ് വരികൾക്കിടയിലൂടെ താഴോട്ടും വരികൾക്കിടയിലൂടെ മുകളിലോട്ടുമാണ്. അപ്പോൾ വരികൾക്കിടയിലൂടെ എന്ന് പറഞ്ഞാൽ അതായത് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ടു മൂവ് ദ കഴ്സർ ബിറ്റ്വീൻ ലൈൻസ് ഫ്രം ഡൗൺവേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ നമ്മൾ ഡൗൺ ആരോ കീ പഠിച്ചു. അപ്പം ഞാൻ ഡൗൺ ആരോ കീ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് കൊടുക്കുകയാണ്? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ നോക്ക്, നിങ്ങൾ എന്ത് ചെയ്യപ്പെടും? സെലക്ഷൻ എക്സ്റ്റെൻഡ് ആവുന്നു അല്ലേ? അത് അങ്ങനെയല്ലേ പഠിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുക, എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ ലൈൻസ്, വരികൾക്കിടയിലൂടെ സെലക്ഷൻ എന്തായി? എക്സ്റ്റെൻഡ് ആയി. എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ ലൈൻസ്, പിള്ളേരെ മറക്കല്ല്. എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ ലൈൻസ് ഓർമ്മിക്കുക. എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ ലൈൻസ് ഫ്രം ഡൗൺവേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ, എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ ലൈൻസ് ഫ്രം ഡൗൺവേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഡൗൺ ആരോയും, എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ ലൈൻസ് ഫ്രം അപ്വേർഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് അപ്പ് ആരോ ഉപയോഗിച്ചൂടെ? നോക്ക് ഞാൻ ഡൗൺവേർഡ് കൊടുക്കുമ്പോഴത്തേക്കും കണ്ട എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ ഡൗൺ, കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ കൊടുത്തു. അപ്പോൾ താഴോട്ട് എന്തായി? വരികൾക്കിടയിലൂടെ സെലക്ഷൻ എക്സ്റ്റെൻഡ് ആയി. ഇനി നോക്കിയേ, ഇവിടെ കഴ്സർ ഇരിക്കുകയാണ്. ഞാൻ കൺട്രോൾ പ്ലസ് അപ്പ് ആരോ കൊടുക്കണം മുകളിലോട്ട്, അതായത് വരികൾക്കിടയിലൂടെ മുകളിലോട്ട് എന്തായി? സെലക്ഷൻ എക്സ്റ്റെൻഡേഷനായി. കൺട്രോൾ പ്ലസ് അപ്പ് ആരോയും ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോയും ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ. ഷിഫ്റ്റ് ആണ്, കൺട്രോൾ അല്ല ഷിഫ്റ്റ്. ഓക്കെ, സെലക്ഷൻ എക്സ്റ്റെൻഡേഷൻ ഉപയോഗിക്കുന്ന കീ ഏതാണ്? ഷിഫ്റ്റ് കീ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അത് ഓക്കെ ആയി. 4 സെലക്ഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. 4 രീതിയിലുള്ള സെലക്ഷൻ എക്സ്റ്റെൻഡേഷനാണ് പഠിച്ചത്. അതായത് ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ, ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ആരോ, ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ, ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോ, സെലക്ഷൻ എക്സ്റ്റെൻഡേഷൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്ക്,
നമുക്കറിയാം വേർഡുകൾക്കിടയിലൂടെ കഴ്സർ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ ഉപയോഗിച്ചു, വേർഡുകൾക്കിടയിലൂടെ കഴ്സർ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. വേർഡുകൾക്കിടയിലൂടെ കഴ്സർ മൂവ് ചെയ്യാൻ വേണ്ടി 2 സൈഡുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്. അപ്പോൾ റൈറ്റിലേക്കാണ് ആദ്യം പഠിച്ചത്. റൈറ്റിലേക്ക് പഠിച്ചത് കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോയും ലെഫ്റ്റിലേക്ക് കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോ ഉപയോഗിച്ചു. വേർഡുകൾക്കിടയിലൂടെ കഴ്സർ മൂവ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോയും കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ ഉപയോഗിച്ചു. ക്ലിയർ? അപ്പോൾ അങ്ങനെ വേർഡുകൾക്കിടയിലൂടെ കഴ്സർ മൂവ് ആകുമ്പോൾ സെലക്ഷൻ എക്സ്റ്റെൻഡ് ആവണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചേ, കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോയോടൊപ്പം ആരെ കൂടി ചേർത്താൽ മതി, ഷിഫ്റ്റും കൂടി ചേർത്താൽ പോരെ. ഇപ്പോൾ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ കൊടുക്കുമ്പോൾ കണ്ട എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ വേർഡ്സ്, മറക്കല്ലേ പിള്ളേരെ, എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ വേർഡ്സ് ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ. കണ്ടില്ലേ, എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ വേർഡ്സ് ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ. കണ്ട എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ വേർഡ്സ് ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ്, മറക്കല്ലേ, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഏതാരോ റൈറ്റ് ആരോ. ക്ലിയർല്ലേ? ഇനി തിരിച്ച് പറഞ്ഞുകൂടെ, എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ വേർഡ്സ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ, എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ വേർഡ്സ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഏത് പറയും നിങ്ങൾ? കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഏതാരോ ലെഫ്റ്റ് ആരോ. ഓക്കെ അല്ലേ? കിട്ടൂലേ? അത് ഓക്കെ. ഇനി നമുക്കറിയാലോ കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ പാരഗ്രാഫാണ്. പാരഗ്രാഫുകൾക്കിടയിൽ സെലക്ഷൻ എക്സ്റ്റെൻഡ് ആവും ഡൗൺ വേർഡായിട്ട്. അപ്പോൾ എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ പാരഗ്രാഫ് നമുക്കറിയാം. ഡൗൺ വേർഡ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഏതാരോ ഡൗൺ ആരോ, അപ്പ് വേർഡ് ആണെങ്കിൽ പാരഗ്രാഫ് അപ്പ് വേർഡ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് അപ്പ് ആരോ ഉപയോഗിക്കുമെന്നറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം അതിൻ്റെ കൂടെ ഏത് പ്രസ് ചെയ്താൽ, ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. അപ്പോൾ എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ പാരഗ്രാഫ്, കണ്ടില്ലേ, എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ പാരഗ്രാഫ് ഫ്രം ഡൗൺ വേർഡ് ആണെങ്കിൽ ഏതാരോ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ. എക്സ്റ്റെൻഡ് സെലക്ഷൻ ബിറ്റ്വീൻ പാരഗ്രാഫ് അപ്പ് വേർഡ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോ. അതവിടെ കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ അവിടെ 8 സെലക്ഷനായി, 8 കഴ്സർ മൂവ്മെൻറ്റ് 8 സെലക്ഷൻ നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചില്ലേ, വളരെ പ്രധാനം. ക്ലിയർ? അത് ഓക്കെ ആയി നിങ്ങൾക്ക്. ഇനി ശ്രദ്ധിച്ചേ, ഇനിയാണ് അടുത്തതിലേക്കാണ് പോകണം. ശ്രദ്ധിച്ചോ, ഇനി നമ്മൾ നോക്ക്, ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്. നമുക്കറിയാലോ ഇവിടെ അടുത്തൊരു കഴ്സർ മൂവ്മെൻറ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ടു മൂവ് ദ കഴ്സർ ഇൻ ടു ദ എൻഡ് ഓഫ് ദ ലൈൻ ഫ്രം സ്റ്റാൻഡിങ് ലൈൻ. അതായത് കഴ്സർ എങ്ങോട്ട്, ഒരു വരിയുടെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എൻഡ് കീ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അങ്ങോട്ട് പോകുമ്പോൾ അത്രയും ഭാഗം കൂടി സെലക്ട് ആയി പോകണം എങ്കിൽ നമുക്ക് ഏത് കീ ഉപയോഗിക്കാം? എൻഡ് കീ ഉപയോഗിച്ചാൽ കഴ്സർ അങ്ങോട്ട് പോകും. സെലക്ഷൻ എക്സ്റ്റെൻഡ് ആണെങ്കിൽ ഷിഫ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഇവിടെ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം എ ലൈൻ, ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം എ ലൈൻ അല്ലെങ്കിൽ ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ എ ലൈൻ, അങ്ങനെ പഠിക്കാം. ഓക്കെ, ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ എ ലൈൻ. ഒരു വരിയുടെ റൈറ്റ് സൈഡ് മാത്രം, അല്ലെങ്കിൽ കഴ്സർ പൊസിഷൻ ഇരിക്കുന്ന ഒരു വരിയുടെ കഴ്സർ പൊസിഷൻ റൈറ്റ് സൈഡ് മാത്രം സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ഏത് എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അങ്ങനെ പഠിക്കാം. ക്ലിയർ അല്ലേ? ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ എ ലൈൻ. ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ എ ലൈൻ, അതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, എൻഡ് കീ ഉപയോഗിക്കുന്നതിനോടൊപ്പം ഷിഫ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഷിഫ്റ്റ് എൻഡ് കീ ഉപയോഗിച്ചാൽ മതി. നമുക്ക് ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ എക്സ്റ്റെൻഡ് ആയി എവിടെ? കഴ്സറിൻ്റെ റൈറ്റ് സൈഡിൽ, ആ വരിയിൽ അവിടെ കിട്ടിയില്ലേ, ഓർമ്മിക്കൂലേ? ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷനിൻ്റെ ലൈൻ ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് എൻഡ് കീയും, ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ എ ലൈൻ ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ഹോം കീ ഉപയോഗിക്കാം. നമുക്ക് ഷിഫ്റ്റ് പ്ലസ് ഹോം കീ ഉപയോഗിക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ എ ലൈൻ സെലക്ട് ആയി. ഷിഫ്റ്റ് പ്ലസ് എൻഡ് കീ ഉപയോഗിച്ചാൽ റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ എ ലൈൻ സെലക്ട് ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ ആ 2 കീ ഉപയോഗിക്കുക, ഷിഫ്റ്റ് എൻഡും ഷിഫ്റ്റ് ഹോമും ഓർമ്മിക്കുക. ഇനി കൺട്രോൾ ഷിഫ്റ്റ് എൻഡ് ഉണ്ട്. കൺട്രോൾ ഷിഫ്റ്റ് എൻഡ് എന്താ? കൺട്രോൾ ഷിഫ്റ്റ് എൻഡ് നമുക്ക് എന്ത് പറയാം? ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ എ ഡോക്യുമെൻറ്റ്. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് കഴ്സർ ഇതാണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കഴ്സറിൻ്റെ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ഡോക്യുമെൻറ്റും സെലക്ട് ആവണം എങ്കിൽ അത് ഉപയോഗിക്കാം. കൺട്രോൾ ഷിഫ്റ്റ് എൻഡ് ഉപയോഗിച്ചാൽ മതി. മറക്കല്ലേ?
കൺട്രോൾ ഷിഫ്റ്റ് എൻഡ് കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് എന്തായി സെലക്ട് ആയി ഏത് സൈഡിലേക്ക് കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ എൻറ്റയർ ഡോക്യുമെൻറ്റ് ക്ലിയർലി ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ എൻറ്റയർ ഡോക്യുമെൻറ്റ് അങ്ങനെ പഠിക്കുക ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ in entire document ഓർമ്മിക്കുക ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ ടു ദ എൻറ്റയർ ഡോക്യുമെൻ്റ് ചോദിച്ചാൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എൻഡ് കീ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എൻഡ് കീ നമുക്ക് അടുത്ത് പഠിക്കാം ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ ടു ദ എൻറ്റയർ ഡോക്യുമെൻ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഹോം കീ കൊടുത്താൽ മതി കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഹോം കീ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഹോം കീ ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ ടു ദ എൻഡ് ഓഫ് ദ എൻറ്റയർ ഡോക്യുമെൻറ്റ് ക്ലിയർ എൻറ്റയർ ഡോക്യുമെൻ്റ് ആണ് അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെൻറ്റോ എൻറ്റയർ ഡോക്യുമെൻറ്റ് കൊടുത്താലും മതി ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ അങ്ങനെ പഠിക്കണം ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം ഓർമ്മിച്ചിരിക്കുക ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം എങ്ങോട്ട് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ടു എക്സ്റ്റെൻഡ് സെലക്ഷൻ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ഇൻ ടു ദ എൻറ്റയർ ഡോക്യുമെൻറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഡോക്യുമെൻറ്റിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളിലേക്കും സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടിക്കാണ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഹോം കീ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഹോം കീ അപ്പോൾ ഈ കീ കോമ്പിനേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക ഇത് വളരെ പ്രധാനം ഇനി അടുത്ത കീബോർഡ് ഉപയോഗിച്ച് പഠിക്കാനുള്ള സെലക്ഷൻ മെത്തേഡാണ് അടുത്ത് പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ അടുത്ത് ഇനി ഓർമ്മിക്കേണ്ടത് F8 കീ ആണ് F8 കീയുടെ കാര്യമാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം F8 കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ക്ലിയർലി ഞാൻ ഇവിടെ വച്ചിട്ട് കഴ്സർ ഇതാ ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ വച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഏത് കീ പ്രസ് ചെയ്യാണ് F8 കീ ഒരു തവണ പ്രസ് ചെയ്യണം ഒറ്റ തവണ F8 കീ പ്രസ് ചെയ്യണം നോക്ക് ഒരു തവണ F8 കീ ഞാൻ പ്രസ് ചെയ്യണം ശ്രദ്ധിച്ചിരുന്നോളെ ഓക്കെ പ്രസ് ചെയ്തു എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിച്ചില്ല കഴ്സർ അവിടെ തന്നെ ഇരിപ്പുണ്ട് വേറെ ഒരു ഒന്നും നിങ്ങൾക്ക് കാണാൻ കണക്കാക്കി ഇവിടെ ഒന്നും സംഭവിച്ചില്ല പക്ഷേ ഇവിടെ ഒരു കാര്യം സംഭവിച്ചു ഒരു തവണ നിങ്ങൾ F8 കീ പ്രസ് ചെയ്താൽ ഇവിടെ എന്ത് ആക്ടിവേറ്റ് ആകും സെലക്ഷൻ മോഡ് ആക്ടിവേറ്റ് ആകും കാരണം ഞാൻ അവിടെ നിന്നുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും എനിക്ക് ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം കണ്ടോ സെലക്ഷൻ മോഡ് ആക്ടിവേറ്റ് ആയി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കഴ്സറിൻ്റെ ജോലി ഇപ്പോൾ എന്ത് മാത്രമാണ് സെലക്ഷൻ എക്സ്റ്റൻഡേഷൻ മാത്രമാണ് ക്ലിയർലി സെലക്ഷൻ മോഡ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കീ ആണ് F8 കീ ഒരു തവണ F8 കീ പ്രസ് ചെയ്താൽ ടു ആക്ടിവേറ്റ് സെലക്ഷൻ മോഡാണ് ടു ഡീആക്ടിവേറ്റ് സെലക്ഷൻ മോഡ് എസ്കേപ്പ് കീ ആണ് ഇപ്പം ഞാൻ ഇനി എവിടെ ക്ലിക്ക് ചെയ്താലും ഇത് വന്നുകൊണ്ടിരിക്കും ക്ലിയർലി ഒരിക്കലും മാറില്ല അപ്പോൾ ഈ സെലക്ഷൻ മോഡ് മാറിയിട്ടില്ല സെലക്ഷൻ മോഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇത് മാറ്റണമെങ്കിൽ ഏത് കീ കൊടുക്കണം എസ്കേപ്പ് കീ കൊടുക്കണം നോക്കി എസ്കേപ്പ് കീ കൊടുക്കുകയാണ് ഞാൻ എസ്കേപ്പ് കീ കൊടുത്തു എന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ സെലക്ഷൻ മോഡ് എന്ത് ചെയ്തു മാറി അപ്പോൾ ടു ഡീആക്ടിവേറ്റ് സെലക്ഷൻ മോഡ് എസ്കേപ്പ് കീ ആണ് അപ്പോൾ ടു ആക്ടിവേറ്റ് സെലക്ഷൻ മോഡ് F8 കീയും ടു ഡീആക്ടിവേറ്റ് സെലക്ഷൻ മോഡ് എസ്കേപ്പ് കീയുമാണ് ഇനി ഒരു ക്യാരക്ടറിൽ വെച്ചിട്ട് 2 പ്രാവശ്യം F8 കീ പ്രസ് ചെയ്താൽ ആ വേർഡ് സെലക്ട് ആവും ഒരു ക്യാരക്ടറിൽ വെച്ചിട്ട് 2 പ്രാവശ്യം F8 കീ പ്രസ് ചെയ്താൽ ആ വേർഡ് എന്താവും സെലക്ട് ആവും ഒരു ക്യാരക്ടറിൽ വെച്ചിട്ട് 3 പ്രാവശ്യം F8 കീ പ്രസ് ചെയ്താൽ സെൻറ്റൻസ് സെലക്ട് ആകും ഒരു ക്യാരക്ടറിൽ വെച്ചിട്ട് 4 പ്രാവശ്യം F8 കീ പ്രസ് ചെയ്താൽ പാരഗ്രാഫ് സെലക്ട് ആകും ഒരു ക്യാരക്ടറിൽ വെച്ചിട്ട് 5 പ്രാവശ്യം F8 കീ പ്രസ് ചെയ്താൽ എൻറ്റയർ ഡോക്യുമെൻറ്റ് സെലക്ട് ആകും ക്ലിയർലി ഓർമ്മിക്കുക എൻറ്റയർ ഡോക്യുമെൻറ്റ് സെലക്ട് ആകും ക്ലിയർലി ഓർമ്മിച്ചിരിക്കുക അപ്പോൾ ഒരു ക്യാരക്ടറിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം F8 കീ പ്രസ് ചെയ്താൽ സെലക്ഷൻ മോഡ് ആക്ടിവേറ്റ് ആകും 2 പ്രാവശ്യം F8 കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർമ്മിക്കുക വേർഡ് സെലക്ട് ആകും 3 പ്രാവശ്യം F8 കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സെൻറ്റൻസ് സെലക്ട് ആവും 4 പ്രാവശ്യം F8 കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രധാനം മറക്കല്ല് പാരഗ്രാഫ് സെലക്ട് ആവും 5 പ്രാവശ്യം F8 കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് കംപ്ലീറ്റ്ലി എന്താവും സെലക്ട് ആകും ഓർമ്മിച്ചിരിക്കുക മറന്നുപോകല്ലേ ഓക്കെ അല്ലേ അപ്പോൾ അത് എപ്പോഴും ഓർമ്മിച്ചിരിക്കുക അപ്പോൾ F8 കീയുടെ കാര്യമാണ് പറഞ്ഞത് F8 കീയുടെ യൂസേജാണ് പറഞ്ഞത് F8 കീയുടെ ഉപയോഗമാണ് പറഞ്ഞത് മറന്നു പോരുത് ഓക്കെ അല്ലേ സെലക്ഷൻ എക്സ്റ്റൻഡേഷനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് F8 കീ ഉപയോഗിക്കുന്നത് ഓർമ്മിച്ചിരിക്കുക മറക്കല്ലേ അപ്പോൾ ഇനി ഒരു കാര്യം കൂടി അവിടെ ഓർമ്മിക്കാനുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ F8 കീയുടെ യൂസേജ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് F8 കീ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഇതുപോലെ എന്ത് ചെയ്ത് വരും എക്സ്റ്റെൻഡ് ആയിട്ട് വരും ക്ലിയർലി സെലക്ഷൻ എക്സ്റ്റൻഡേഷൻ ഉപയോഗിക്കുന്ന കീ ആണ് F8 കീ ഇനി ഇവിടെ ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട് സെലക്ഷൻ എക്സ്റ്റൻഡേഷൻ ആണ് ഏത് കീ ഉപയോഗിക്കുന്നത് F8 കീ ഉപയോഗിക്കുന്നത് അതുപോലെ സെലക്ഷൻ മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് F8 കീ ഉപയോഗിക്കുമ്പോൾ സെലക്ഷൻ ഡീആക്ടിവേറ്റ് ചെയ്യാൻ എസ്കേപ്പ് കീ ആണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് പഠിക്കുക എന്നുള്ളതാണ് ക്ലിയർലി ഇനി
അടുത്തൊരു കാര്യം ഇവിടെ ഇപ്പോൾ റെക്റ്റാങ്കുലർ സെലക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ട. ശരി, ഇനി അടുത്ത് പഠിക്കാനുള്ളത് മൗസ് ഉപയോഗിച്ചുള്ള സെലക്ഷനാണ്. മൗസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സെലക്ഷനാണ്. ഓർമ്മിച്ചിരിക്കുക. എടാ ഒരു വേർഡിൽ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സെലക്ട് ആവും? വേർഡ് സെലക്ട് ആവും. ഓർമ്മിച്ചിരിക്കുക. ഒരു വേർഡിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേർഡ് എന്താവും? സെലക്ട് ആവും. ഒരു വേർഡിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സെലക്ട് ആവും? വേർഡ് സെലക്ട് ആവും. ഒരു വേർഡിൽ വെച്ച് കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ, മറക്കൽ, ഒരു വേർഡിൽ വെച്ച് കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ സെൻറ്റൻസ് സെലക്ട് ആകും. മറക്കൽ, ഒരു വേർഡിൽ വെച്ച് കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സെലക്ട് ആകും? സെൻറ്റൻസ് സെലക്ട് ആകും. അതുപോലെ ഓർമ്മിക്കുക, ഒരു വേർഡിൽ വെച്ച് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ, ഒരു വേർഡിൽ വെച്ച് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സെലക്ട് ആകും? എൻറ്റയർ പാരഗ്രാഫ് എൻറ്റയർ പാരഗ്രാഫ് അല്ല, ആ വേർഡ് ഇൻക്ലൂഡ് ചെയ്ത പാരഗ്രാഫ് സെലക്ട് ആവും. പാരഗ്രാഫ് സെലക്ട് ആവും. അങ്ങനെ പഠിക്കാം. പാരഗ്രാഫ് സെലക്ട് ആവും. ഒരു വേർഡിൽ വെച്ച് ഡബിൾ ക്ലിക്ക് വേർഡ്, ഒരു വേർഡിൽ വെച്ച് കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ, കൺട്രോൾ പ്രസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു വേർഡ് വെച്ച് ക്ലിക്ക് ചെയ്താൽ മതി, സെൻറ്റൻസ് സെലക്ട് ആവും. ഒരു വേർഡിൽ വെച്ചിട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാരഗ്രാഫ് സെലക്ട് ആവും. ഓർമ്മിച്ചിരിക്കാം. ഇനി ഒരു വേർഡിൻ്റെ ലെഫ്റ്റ് സൈഡ് മാർജിനിൽ ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വരിയുടെ ലെഫ്റ്റ് സൈഡ് മാർജിനിൽ ക്ലിക്ക് ചെയ്താൽ ആ വരി എന്ത് ചെയ്യും? സെലക്ട് ആകും. ഓർമ്മിക്കുക, ഒരു ലൈൻ, ഒരു വരിയുടെ ലെഫ്റ്റ് സൈഡ് മാർജിനിൽ വെച്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ആ വരി എന്ത് ചെയ്യും? സെലക്ട് ആകും. ഒരു വരിയുടെ ലെഫ്റ്റ് സൈഡ് മാർജിനിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ പാരഗ്രാഫ് സെലക്ട് ആകും. മറക്കല്ല, ഒരു വരിയുടെ ലെഫ്റ്റ് സൈഡ് മാർജിനിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ പാരഗ്രാഫ് സെലക്ട് ആകും. ഒന്നുകൂടി പറഞ്ഞുതരും. ഒരു വരിയുടെ ഏതെങ്കിലും ഒരു ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡ് മാർജിനിൽ വെച്ച് ക്ലിക്ക് ചെയ്താൽ ആ വരി സെലക്ട് ആകും. ഒരു വരിയുടെ ലെഫ്റ്റ് സൈഡ് മാർജിനിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ പാരഗ്രാഫ് സെലക്ട് ആകും. ഒരു വരിയുടെ ലെഫ്റ്റ് സൈഡ് മാർജിനിൽ വെച്ച് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ എൻറ്റയർ ഡോക്യുമെൻറ്റ് സെലക്ട് ആകും. ഇത് എപ്പോഴും ഓർമ്മിച്ചിരിക്കുക. ക്ലിയർലി, ലെഫ്റ്റ് സൈഡ് മാർജിനിൽ വെച്ചിട്ടുള്ള ക്ലിക്കിംഗ് ആണ്. ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ട്രിപ്പിൾ ക്ലിക്ക് അവിടെ വരും. ക്ലിയർലി. ഇനി ഓർമ്മിച്ചിരിക്കുക, ഒരു വരിയുടെ ലെഫ്റ്റ് സൈഡ് മാർജിനിൽ വെച്ചിട്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്താലും എൻറ്റയർ ഡോക്യുമെൻറ്റ് സെലക്ട് ആകും. ഓർമ്മിച്ചിരിക്കുക, ഒരു വരിയുടെ ലെഫ്റ്റ് സൈഡ് മാർജിനിൽ വെച്ചിട്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്താലും എൻ്റെ ഡോക്യുമെൻ്റ് എന്താവും? സെലക്ട് ആകും എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. കൺട്രോൾ ക്ലിക്ക് ചെയ്യുകയോ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ എൻ്റെ ഡോക്യുമെൻറ്റ് സെലക്ട് ആകും. ഒരു വരിയുടെ ലെഫ്റ്റ് സൈഡ് മാർജിനിൽ വെച്ച് ഒരു ക്ലിക്ക് ആണെങ്കിൽ വരി സെലക്ട് ആകും. ഡബിൾ ക്ലിക്ക് ആണെങ്കിൽ പാരഗ്രാഫ് സെലക്ട് ആകും. ട്രിപ്പിൾ ക്ലിക്ക് ആണെങ്കിൽ എൻ്റെ ഡോക്യുമെൻറ്റ് സെലക്ട് ആകും. ഇനി കൺട്രോൾ ക്ലിക്ക് ചെയ്താലും എൻ്റെ ഡോക്യുമെൻറ്റ് സെലക്ട് ആകും എന്ന കാര്യം കൂടി അവിടെ ഓർമ്മിക്കുക. സെലക്ഷൻ ആണ് ഇവിടെ പഠിച്ചത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സെലക്ഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഇനി ഇവിടെ ഓർമ്മിക്കുക, ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ഓള്, സെലക്ട് ഒബ്ജക്റ്റ്, സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റ്. സെലക്ട് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം എൻറ്റയർ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാനാണ് സെലക്ട് ഓൾ ഉപയോഗിക്കുന്നത്. കൺട്രോൾ എ ആണ് സെലക്ട് ഓളിൻ്റെ ഷോർട്ട് കട്ട് കീ. മറന്നുപോലെ കൺട്രോൾ എ കൊടുത്ത് നമുക്ക് എൻ്റെ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാം. കൺട്രോൾ എ ആണ് സെലക്ട് ഓളിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പഠിക്കുക. ഓർമ്മിച്ചിരിക്കുക, കൺട്രോൾ എ ആണ് അവിടുത്തെ ഷോർട്ട് കട്ട് കീ. ഇനി സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സെലക്ട് ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ടു സെലക്ട് എ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ആണ് സെലക്ട് ഒബ്ജക്റ്റ്. മറക്കല്ലേ, ടു സെലക്ട് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ആണ് എന്ന് പറയുന്നത് സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം ഞാൻ ഇവിടെ നിന്നൊരു രണ്ട് ഒബ്ജക്റ്റ് ഡ്രോ ചെയ്യണം. നോക്കിയോ, 2 ഒബ്ജക്റ്റ് ഇവിടെ വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിന്നൊരു ഒബ്ജക്റ്റ് ഞാൻ എടുത്ത് വരയ്ക്കുകയാണ്. ഇവിടെ നിന്നൊരു ഒബ്ജക്റ്റ് വരച്ചു. ഇവിടുന്ന് അടുത്തൊരു ഒബ്ജക്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? വരയ്ക്കുകയാണ്. ക്ലിയർലി. അപ്പോൾ 2 ഒബ്ജക്റ്റ് വരച്ചു. ഈ 2 ഒബ്ജക്റ്റിനെ ഒരുമിച്ച് എനിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം കേട്ടോ. ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ ഇതല്ലാതെ നമുക്കിവിടെ ഹോം ടാബിൽ വന്നിട്ട് സെലക്ട് ഒബ്ജക്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ ഹോളായിട്ട് വരച്ച് കൊടുത്ത് ഇങ്ങനെ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാനാണ് സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ക്ലിയർലി. ഇനി അടുത്ത് ആണ് നോക്കിക്കോ. അടുത്തിപ്പോൾ നോക്കിക്കോ, ഞാനിപ്പം ഇവിടെ അശ്വതി, ഇവിടെ ബിസ്മി, ഇവിടെ മനു, ശാലു എന്നൊക്കെ പേരടിച്ചിട്ടുണ്ട്. ക്ലിയർ. ഇതിൽ ഇപ്പോൾ ഈ അശ്വതി എന്ന് പറയുന്ന പേരിന് ഞാനൊരു ഫോർമാറ്റ് കൊടുക്കുകയാണ്. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ. ഓക്കെ, റെഡ് കളർ കൊടുത്തു. അപ്പോൾ ഈ മനുവിനും ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, വേറൊരു കളർ കൊടുത്തു. ക്ലിയർലി. അപ്പോൾ ഈ അശ്വതിയുടെ ഫോർമാറ്റ് ബിസ്മിക്ക് കൊണ്ടുവരാൻ അശ്വതിയെ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് പെയിൻറ്റ് കൊടുത്ത് ബിസ്മിക്ക് കൊടുക്കുന്നു. മനുവിൻ്റെ ഫോർമാറ്റ് ശാലുവിന് വരാൻ ഫോർമാറ്റ് പെയിൻറ്റ് കൊടുത്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഫോർമാറ്റ് ഇരിക്കുന്ന ടെക്സ്റ്റുകളാണ്. ക്ലിയർലി. അപ്പോൾ സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയേ, ഇവിടെ ഞാൻ കൊടുത്തപ്പോൾ കണ്ട ശാലുവും മനുവും സെലക്ട് ആയി. കാരണം ശാലുവിലാണ് കഴ്സർ ഇരുന്നത്. ശാലുവിൻ്റെ ഫോർമാറ്റിലുള്ളത് ഏതൊക്കെയാണോ അത് മാത്രം സെലക്ട് ആവും. അപ്പോൾ അശ്വതിയിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അശ്വതിയും ബിസ്മി എന്തായി? സെലക്ട് ആയി. കാരണം അവിടെ ഓർമ്മിക്കേണ്ട കാര്യം അതാണ്.
ഇവിടെ സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സിമിലർ ഫോർമാറ്റിലുള്ള ടെക്സ്റ്റുകളെ മാത്രം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഒരു എൻ്റയർ ഡോക്യുമെൻറ്റിൽ അങ്ങനെ ഹെഡിങ്ങിലൊക്കെ നമ്മൾ ഒരേ ഫോർമാറ്റല്ലേ കൊടുക്കണം. അപ്പോൾ എല്ലാ ഹെഡിങ്ങും ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് കൊടുത്താൽ മതി, സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷനും അതുപോലെ കഴ്സർ മൂവ്മെൻറ്റിലും നമുക്ക് പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ സെലക്ഷനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മൗസ് ഉപയോഗിച്ചുള്ള സെലക്ഷനും അതുപോലെ തന്നെ കീബോർഡ് ഉപയോഗിച്ചുള്ള സെലക്ഷനുമാണ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഈ സെക്ഷനിൽ കൂടെ തന്നെ പഠിക്കാനുള്ള ഒരു കാര്യമുള്ളത് ബാക്ക് സ്പേസ് കീയുടെ ഉപയോഗവും അതുപോലെ ഡിലീറ്റ് കീയുടെ ഉപയോഗവും പഠിക്കണം. ക്ലിയർലേ? അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. നോക്കിക്കോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നമ്മൾ കഴ്സർ ഇരിക്കുകയാണ്. കഴ്സർ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അതിൻ്റെ ഈ ഒരു ഭാഗത്ത് കഴ്സർ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ നമ്മൾ ബാക്ക് സ്പേസ് കീ, ഡിലീറ്റ് കീ, രണ്ട് കീ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. ഞാൻ ഇവിടെ നിന്ന് എന്താണ് ബാക്ക് സ്പേസ് കീ ആണ് ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് സ്പേസ് കീ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കിയോ. ബാക്ക് സ്പേസ് കീ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യപ്പെടുന്നു, ക്യാരക്ടർ റിമൂവ് ആകുന്നു അല്ലേ. ടു റിമൂവ് ദ ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ. ഓർമ്മിക്കുക, ടു റിമൂവ് ദ ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണ് എന്ന് പറയുന്നത് ബാക്ക് സ്പേസ് കീ എന്ന് പറയുന്നത്. മറക്കരുത്. എന്താ ബാക്ക് സ്പേസ് കീയുടെ യൂസേജ് എന്ന് പറയുന്നത്? ഓർമ്മിച്ചിരിക്കുക, ടു റിമൂവ് ദ ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ. ഓർമ്മിക്കുക. അപ്പോൾ ടു റിമൂവ് ദ ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണ് ഏത് കീ? ബാക്ക് സ്പേസ് കീ എന്ന് പറയുന്നത്. മറക്കല്ല, ടു റിമൂവ് ദ ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണ് ബാക്ക് സ്പേസ് കീ. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കോ, ഇവിടെ ബൈ എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ റൈറ്റ് സൈഡിലാണ് ക്യാരക്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് കൺട്രോൾ ബാക്ക് സ്പേസ് കൊടുക്കുകയാണ്. നോക്കിയോ, കൺട്രോൾ ബാക്ക് സ്പേസ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ടു റിമൂവ് ദ വേർഡ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ. അങ്ങനെ പഠിക്കുക. ടു റിമൂവ് വേർഡ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണ് കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ്. അപ്പോൾ കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ ടു റിമൂവ് വേർഡ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷനും, ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ ടു റിമൂവ് ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷനും ആണെന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ മറക്കല്, ടു റിമൂവ് വേർഡ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് കീ, ടു റിമൂവ് ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ബാക്ക് സ്പേസ് കീ ആണെന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. അത് മറന്നു പോരുത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഓർമ്മിക്കേണ്ടത് ഒരു കാര്യം കൂടി പഠിക്കണം. അതാണ്ട് ഞാൻ വീണ്ടും ഒരു കീ കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കി, റിമൂവ് ആയ ക്യാരക്ടറും വേർഡും എന്ത് ചെയ്ത് വരും? തിരിച്ചു വരും. റിമൂവ് ആയ ക്യാരക്ടർ അതുപോലെ റിമൂവ് ആയ വേർഡ് എന്ത് ചെയ്യും? തിരിച്ചു വരും. ടു റിട്രൈവ്, മറക്കല്ലേ, ടു റിട്രൈവ് ക്യാരക്ടർ ഓർ വേർഡ്, ടു റിട്രൈവ് ക്യാരക്ടർ ഓർ വേർഡ് ആണ് ഇവിടെ പഠിച്ചത്. ക്ലിയർല്ലേ? റിമൂവ് ആയ ക്യാരക്ടർ അല്ലെങ്കിൽ വേർഡ് തിരിച്ചു വരും. ക്ലിയർല്ലേ? അപ്പോൾ റിമൂവ് ചെയ്യേണ്ട നമ്മൾ ബാക്ക് സ്പേസ് കീ കൊടുത്തല്ലേ നമ്മൾ റിമൂവ് ചെയ്തത്. ബാക്ക് സ്പേസ് കീ കൊടുത്ത ക്യാരക്ടറും വേർഡിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്ന കീ ആണ്. വളരെ പ്രധാനം. മറക്കല്, ഓൾട്ട് പ്ലസ് ഡിലീറ്റ് ആണ്. ഓൾട്ട് പ്ലസ് ബാക്ക് സ്പേസ് ആണ്. ഓൾട്ട് പ്ലസ് ബാക്ക് സ്പേസ് ആണ്. ഓൾട്ട് പ്ലസ് ബാക്ക് സ്പേസ് കൊടുക്കുമ്പോൾ ഡിലീറ്റ് ആയ ക്യാരക്ടർ അല്ലെങ്കിൽ റിമൂവ് ആയ ക്യാരക്ടർ അല്ലെങ്കിൽ വേർഡ് എന്ത് ചെയ്ത് വരും? റിട്രൈവ് ആവുമെന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ക്ലിയർലി? അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ആ ബാക്ക് സ്പേസിൻ്റെ കാര്യവും കൺട്രോൾ ബാക്ക് സ്പേസ്, ഓൾട്ട് ബാക്ക് സ്പേസ്. ക്ലിയർലി? ഓൾട്ട് ബാക്ക് സ്പേസ് അൺഡു എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. PSC ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അൺഡുവിൻ്റെ ഷോർട്ട് കട്ട് കീ ചോദിക്കും. അൺഡു കൺട്രോൾ ഇസഡ് ആണ് നമുക്കറിയാം. അൺഡു എന്ന് പറഞ്ഞാൽ ഗോ ടു ദ ലാസ്റ്റ് ആക്ഷൻ ആണ്. ലാസ്റ്റ് ആക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇത് ഡിലീറ്റ് ആയത് തിരിച്ചു വരും എന്നുള്ളതാണ്. ഡിലീറ്റ് ആയ കാര്യങ്ങൾ അല്ലെങ്കിൽ റിമൂവ് ആയ ക്യാരക്ടർ അല്ലെങ്കിൽ വേർഡ് തിരിച്ചു വരാനാണ് ബാക്ക് സ്പേസ് ഉപയോഗിച്ച് ഡിലീറ്റ് അല്ലെങ്കിൽ ബാക്ക് സ്പേസ് ഉപയോഗിച്ച് റിമൂവ് ചെയ്ത ക്യാരക്ടർ അല്ലെങ്കിൽ വേർഡ് തിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പറയുന്നത്. അത് മാത്രമേ വരുള്ളൂ. അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഡിലീറ്റ് കീ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്തതോ അങ്ങനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തോ ഒന്നും വരില്ല. നമ്മൾ എങ്ങനെ ചെയ്തത് മാത്രമേ വരുള്ളൂ. ബാക്ക് സ്പേസ് ഉപയോഗിച്ച് റിമൂവ് ചെയ്ത ക്യാരക്ടർ അല്ലെങ്കിൽ വേർഡുകൾ എന്ത് ചെയ്തും തിരിച്ചു വരാനാണ് ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പറയുന്ന കമാൻഡ് അവിടെ ഉപയോഗിക്കുന്നത് എന്ന കാര്യം കൂടി അവിടെ പഠിക്കണം. ക്ലിയർലി? അപ്പോൾ അത് കിട്ടിയല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണ് ബാക്ക് സ്പേസ്. ഇനി ടു റിമൂവ് ക്യാരക്ടർ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ ഡിലീറ്റ് കീ ആണ്. നമുക്ക് ഡിലീറ്റ് കൊടുക്കുമ്പോൾ ടു റിമൂവ് ക്യാരക്ടർ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ, ടു റിമൂവ് ക്യാരക്ടർ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണ് എന്ന് പറയുന്നത് ഡിലീറ്റ് കീ എന്ന് പറയുന്നത്. ഓർമ്മിച്ചിരിക്കുക, ടു റിമൂവ് ക്യാരക്ടർ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണ് ഡിലീറ്റ് കീ എന്ന് പറയുന്നത്. ഇനി ടു റിമൂവ് വേർഡ് ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ എന്നുണ്ടെങ്കിൽ കൺട്രോൾ ഡിലീറ്റ് കൊടുക്കുക. കൺട്രോൾ ഡിലീറ്റ് ആണ് എന്നുള്ളതാണ്. കൺട്രോൾ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടു റിമൂവ് വേർഡ് ഫ്രം
റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണ് കൺട്രോൾ ഡിലീറ്റ്. ഇനി ഓൾട്ട് ഡിലീറ്റ് ഇല്ല. ഓക്കെ, ഡിലീറ്റ് കൺട്രോൾ ഡിലീറ്റ്. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ടു റിമൂവ് ക്യാരക്ടർ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ, ടു റിമൂവ് വേർഡ് ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ പൊസിഷൻ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഡിലീറ്റ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി സെലക്ഷനോടൊപ്പം പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം കൂടി അവിടെ, രണ്ട് കാര്യങ്ങൾ കൂടി ഇവിടെ തന്നെ അങ്ങ് പറയുകയാണ്, ഓർമ്മിച്ചിരിക്കുക. ഞാനിവിടെ എന്ത് ചെയ്തു, ഫ്രം എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്തു, ബോൾഡ് ചെയ്തേ. ഫ്രം ബോൾഡ് ചെയ്തു. എന്നിട്ട് ഞാൻ കണ്ട ഈ ഫൂട്ടേഴ്സ് അതുപോലെ ഈ ക്യാൻ ഇവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ ഏതോ ഒരു കീ അടിക്കുമ്പോഴത്തേക്കും ആ ഫോർമാറ്റ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഞാൻ കോർഡിനേറ്റ് എന്ത് ചെയ്തു, ബോൾഡ് ചെയ്തു. കോർഡിനേറ്റിന് ഞാൻ എന്ത് ചെയ്തു, ബോൾഡ് ചെയ്തു. കോർഡിനേറ്റ് ബോൾഡ് ചെയ്തു. ഇനി നോക്കിയാൽ ഞാൻ എന്താണ്ട് ഇവിടെ ഓവറാളിൽ വെച്ചിട്ട് ഞാൻ ആ ഒരു കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആൾ എന്തായി, ബോൾഡായി. അതായത് റിപ്പീറ്റ് ലാസ്റ്റ് ആക്ഷൻ എന്നുള്ളതാണ്. ക്ലിയർലി? റിപ്പീറ്റ് ലാസ്റ്റ് ആക്ഷൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് ചോദിച്ചാൽ മറക്കല്ല് പിള്ളേരെ, അത് F4 കീ ആണെന്ന് പഠിക്കുക. റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് F4. ഓർമ്മിച്ചിരിക്കണേ, മറന്നു പോകരുത്. റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷൻ്റെ ഷോർട്ട് കട്ട് കീ ചോദിച്ചാൽ അത് F4 ആണെന്ന് പഠിക്കുക. മറക്കല്ല്. റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് F4 എന്ന് പഠിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്, അടുത്ത് പഠിക്കേണ്ടതാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പം ഞാനതൊരു ഇവിടെ കൺട്രോൾസ് എന്ന് എഴുതിയിരിക്കുന്നതിൽ കൊണ്ട് ബോൾഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിയർ അല്ലേ? ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്തു. ഞാനൊരു കീ കൊടുക്കുകയാണ്, നോക്കിയോ. അപ്പോൾ കൺട്രോളിലേക്ക് കഴ്സർ തിരിച്ചു പോയി. ഇവിടെ നിന്ന് കഴ്സർ തിരിച്ച് അവിടെ പോയി. അതായത് ഗോ ടു ദ ലാസ്റ്റ് ആക്ഷൻ ചെയ്ത കൺട്രോളിലാണ്. അപ്പോൾ നോക്കിയോ, ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, ഗാലറിയിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ബോൾഡ് കൊടുത്തു. ഗാലറി എന്ത് ചെയ്തു, ബോൾഡ് ചെയ്തു. ഒരു പുതിയ പേജ് എടുത്ത് കാണിച്ചു തരാം, അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നോക്കിയോ, ശ്രദ്ധിക്കുക. ഞാനിവിടെ ഇൻസേർട്ട് ടാബ് എന്ത് ചെയ്തു, ബോൾഡ് ചെയ്തു. അല്ലെങ്കിൽ ഇൻസേർട്ട് ബോൾഡ് ചെയ്തു. ഞാൻ ഇവിടെ ചേഞ്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കീ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ കീ കൊടുത്തപ്പോഴത്തേക്ക് നേരെ ഇവിടെ വന്നു, ഇൻസേർട്ടിലേക്ക് തിരിച്ച് വന്നു. കഴ്സർ തിരിച്ച് ലാസ്റ്റ് ആക്ഷൻ നടന്നേക്ക് അടുത്തേക്ക് വന്നു. അപ്പോൾ അതതിൻ്റെ അവിടെ പഠിക്കേണ്ടതാണ് ഗോ ടു ദ ലാസ്റ്റ് ആക്ഷൻ. അപ്പോൾ റിപ്പീറ്റ് ലാസ്റ്റ് ആക്ഷൻ F4 എന്ന് പഠിച്ച നിങ്ങൾ ഗോ ടു ദ ലാസ്റ്റ് ആക്ഷൻ പഠിക്കുമ്പോൾ ഷിഫ്റ്റ് F5 എന്ന് പഠിക്കണം. ഗോ ടു ദ ലാസ്റ്റ് ആക്ഷൻ്റെ ഷോർട്ട് കട്ട് കീ PC ചോദിക്കും, അത് ഷിഫ്റ്റ് F5 ആണെന്ന് ഇതിൻ്റെ കൂടെ പഠിച്ചോളൂ. മറക്കല്ലേ, ഗോ ടു ദ ലാസ്റ്റ് ആക്ഷൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് ഷിഫ്റ്റ് പ്ലസ് F5 എന്ന് പഠിക്കുക. മറക്കല്ലേ, ഗോ ടു ദ ലാസ്റ്റ് ആക്ഷൻ്റെ ഷോർട്ട് കട്ട് കീ ഷിഫ്റ്റ് പ്ലസ് F5 ആണ്. അപ്പോൾ റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷൻ ചോദിച്ചാൽ മറക്കല്ലേ പിള്ളേരെ, റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് എന്താണ്, F4ഉം. ഗോ ടു ദ ലാസ്റ്റ് ആക്ഷൻ ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് F5 ആണെന്നുള്ളത് ഓർമ്മിച്ചോളണം. ഓക്കെ അല്ലേ? ഇത്രയും കിട്ടൂലേ? ഇത്രയും കൂടി ആകുമ്പോഴേ ആ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഹോം ടാബ് തീർക്കുകയാണ്. ഹോം ടാബ് നിങ്ങൾക്ക് ഹോം ടാബിലുള്ള 5 ഗ്രൂപ്പും കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ്, എഡിറ്റിംഗ്. അപ്പോൾ ഇത്രയും 5 ഗ്രൂപ്പാണ് നമ്മൾ ഹോം ടാബിൽ പഠിച്ചത്. ഈ 5 ഗ്രൂപ്പുകളെ കുറിച്ചുള്ള എൻ്റയർ കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കേടാ, താങ്ക് യു. ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് സിന്ധു നദിയെക്കുറിച്ചായിരുന്നു, ഹിമാലയൻ നദിയായിരുന്നു. സിന്ധു നദിയെക്കുറിച്ചായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 3 നദികളാണ്. അത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിൽ സിന്ധു നദി നമ്മൾ പഠിച്ചായിരുന്നു. രണ്ടാമത് നമ്മൾ നോക്കുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര എന്ന നദിയെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻ ഫസ്റ്റിലെ നമ്മൾ നോക്കും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ ലെങ്ത് ഓഫ് ദി റിവർ ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ ആകെ നീളം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ഇതിൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2900 കിലോമീറ്റർ ആണ്, 2880 കിലോമീറ്റർ ആണ്, 2525 കിലോമീറ്റർ ആണ്, 3114 കിലോമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു ആൻസർ ചെയ്ത് കാണും. സോ നിങ്ങൾക്ക് അറിയാം ആൻസർ എ ആണ്. 2900 കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെ നീളം പറയുന്നത്. ഓക്കെയാണ്, ഒരു ക്വസ്റ്റ്യൻ ഓക്കെയാണ്.
നെക്സ്റ്റ്, വിച്ച് റിവർ ഈസ് നൗൺ ആസ് ദ സോറോ ഓഫ് ആസാം? ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആസാമിൻ്റെ ദുഃഖം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നത് നിങ്ങൾക്കറിയാം, ബ്രഹ്മപുത്രയാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് ബ്രഹ്മപുത്രയെക്കുറിച്ചാണ്. സോ അറിഞ്ഞൂടാത്തവർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വരുന്നുണ്ട്. ആ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഇൻ വിച്ച് പ്ലേസ് ദ റിവർ ബ്രഹ്മപുത്ര എൻറ്റേഴ്സ് ഇൻ ടു ഇന്ത്യ? ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വച്ച്? ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, മറന്നുപോലെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇത് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളവർ ഉറപ്പായിട്ടും ആൻസർ ഇപ്പം തന്നെ അവർ ചിന്തിച്ചെടുത്തുകയാണ്. ഓക്കെ അല്ലേ? ആൻസർ വരുന്നത് സാദിയാണ് അല്ലേ? സാദിയ, സി എന്ന ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്. സാദിയ അല്ലേ? സാദിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് നോക്കുന്നത് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് റിവർ ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? സോൺ നദി പറയുന്നുണ്ട്, സുബാൻസിരി പറയുന്നുണ്ട്, ലോഹിത് പറയുന്നുണ്ട്, ദിബാങ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിക്കുന്നു. ആൻസർ വരുന്നത് ഏതാ? സുബാൻസിരി അല്ലേ? സുബാൻസിരിയാണ് ആൻസർ വരുന്നത്. സുബാൻസിരിയാണ്. ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പ്ലേസ് ബ്രഹ്മപുത്ര ഈസ് നൗൺ ആസ് ഡിഹാങ്? ബ്രഹ്മപുത്ര ഡിഹാങ് എന്നറിയപ്പെടുന്നത്, ഡിഹാങ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഏത് പ്രദേശത്താണ് ആ ഡിഹാങ് എന്നറിയപ്പെടുന്നു? ബ്രഹ്മപുത്ര നദി ഡിഹാങ് എന്നറിയപ്പെടുന്നത് എവിടെ വെച്ചാ? അപ്പോൾ നോക്കാം, തിബറ്റ് പറയുന്നുണ്ട്, ബംഗ്ലാദേശ് പറയുന്നുണ്ട്, അരുണാചൽ പ്രദേശ് പറയുന്നുണ്ട്, ലഡാക്ക് പറയുന്നുണ്ട്. ഇതിൽ എവിടെ വെച്ചിട്ടാണ് ബ്രഹ്മപുത്ര നദി ഡിഹാങ് എന്നറിയപ്പെടുന്നത് ചോദിക്കാം. ഡിഹാങ് എന്നറിയപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിക്കാം. സോ അങ്ങനെ ഒരു ആൻസർ വരികയാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. എന്തായാലും നിങ്ങളിതിപ്പോൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും. എന്താണ്? ഡിഹാങ് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശ് ആൻസർ ഓക്കെയാണ്. സോ നമ്മൾ 5 ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു. 5 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ ഓക്കെയാണ് ഇല്ലേ? നമ്മൾ കണ്ടു, പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് അടുത്ത് പോകുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് നമ്മൾ അറിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവാം, 5 ശരിയാക്കിയവരുണ്ടാകും. ഓക്കെ, എത്ര ആൻസർ 2 ശരിയാക്കിയ ആൾക്കാരുണ്ടാകും. ഓക്കെ, എങ്ങനെ തന്നെയായാലും നമ്മൾ ബ്രഹ്മപുത്ര നദി നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ അല്ലേ? സോ ഓക്കെ, ബ്രഹ്മപുത്ര നദിയാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ബ്രഹ്മപുത്ര. ഓക്കെ, നമ്മൾ ഏത് നദിയായാലും ജസ്റ്റ് ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കും. ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഉത്ഭവം, ഏതൊരു നദിയായാലും അതിൻ്റെ ഉത്ഭവം പ്രധാനമായിട്ടും ചോദിക്കാം. PSC ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള അതിൻ്റെ ഉത്ഭവ സ്ഥാനം ചോദിക്കാറുണ്ട്. അപ്പോൾ ബ്രഹ്മപുത്ര നദി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നൊരു ചോദ്യം നിങ്ങൾ വന്നാൽ ഞാൻ പറയുന്നു, ഇതൊരു ബേസ് ഭാഗങ്ങൾ മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ബേസ് പറയുന്നു. ഓക്കെ, ആ ബ്രഹ്മപുത്ര നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ചെമ യുങ് ദുങ് ഗ്ലേസിയർ നിന്നാണ്. ചെമ യുങ് ദുങ് ഗ്ലേസിയർ നിന്നാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. തിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ചെമ യുങ് ദുങ് ഗ്ലേസിയറിൽ നിന്നാണ്, ഹിമാനിയിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. മറന്നുപോലെ റിപ്പീറ്റ് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ചെമ യുങ് ദുങ് ഗ്ലേസിയർ എവിടത്തെയാ? തിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ചെമ യുങ് ദുങ് ഗ്ലേസിയറിൽ നിന്നാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ക്ലിയർ ആണ്? ഉത്ഭവിക്കുന്നത് ചെമ യുങ് ദുങ് ഗ്ലേസിയർ, അത് വരുന്നത് തിബറ്റിലാണ്. ക്ലിയർ ആണ്? ഇനി നമ്മൾ പറയാം, ഹിമാലയൻ നദികളിൽ നമ്മൾ പറഞ്ഞു സിന്ധു നദി ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ്, എന്നാൽ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത് കിഴക്കോട്ടാണ്. അപ്പോൾ കിഴക്കോട്ട് ഒഴുകി നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര. മറന്നുപോലെ ഹിമാലയൻ നദികളിൽ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര. മറന്നുപോലെ. നെക്സ്റ്റ്, ബ്രഹ്മപുത്രയുടെ ആകെ നീളം എത്രയാണെന്ന് ചോദിക്കാം. ബ്രഹ്മപുത്രയുടെ ആകെ നീളം വരുന്നത് 2900 കിലോമീറ്റർ ആണ്. ബ്രഹ്മപുത്രയുടെ ആകെ നീളം പറയുന്നത് 2900 കിലോമീറ്റർ. മറക്കരുത്, 2900 കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്രയുടെ ആകെ നീളം. 2900 കിലോമീറ്റർ ആണ്. ഇതിൽ എത്ര ഭാഗമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ആദ്യം പറഞ്ഞിരുന്നത് 725 കിലോമീറ്റർ ആണ്.
725 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ എത്ര ഭാഗം ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ 725 കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം ബ്രഹ്മപുത്ര നദിയുടെ എത്ര ഭാഗമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എത്ര ഭാഗമെന്ന് ചോദിച്ചാൽ അത് 916 കിലോമീറ്ററാണ്. 916 കിലോമീറ്ററാണ്. അപ്പോൾ 3 പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ബ്രഹ്മപുത്ര നദിയുടെ ആകെ നീളം ചോദിച്ചാൽ 2900 കിലോമീറ്ററാണ്. ഇതിൽ എത്ര ഭാഗമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ 725 കിലോമീറ്റർ ആണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ പുതിയ പഠന റിപ്പോർട്ടിൽ എത്ര ഭാഗമാണ് ഒഴുകുന്നതെന്ന് പറയുന്നുണ്ട്. 916 കിലോമീറ്റർ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നു എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ബ്രഹ്മപുത്ര നദി എവിടെ നിന്നാണ് ഉത്ഭവിച്ചേ? അത് തിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ചെമായുങ്തുങ് ഗ്ലേസിയർ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഹിമാലയൻ നദികളിൽ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ക്ലിയർ ആണ് ആ പോയിന്റ്. ഇനി ഈ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വച്ചാണ്? ഇന്ത്യയിലേക്ക് ബ്രഹ്മപുത്ര നദി പ്രവേശിക്കുന്നു എവിടെ വച്ച്? അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വച്ചാണ് എന്നൊരു ചോദ്യം വന്നാൽ സാദിയ, മറന്നുപോലെ സാദിയ, അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇനിയും വരാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സാദിയ, മറന്നുപോലെ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന സ്ഥലത്ത് വെച്ചിട്ട്, അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ബ്രഹ്മപുത്ര നദി എങ്ങോട്ട് പ്രവേശിക്കുന്നു? ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ബ്രഹ്മപുത്ര നദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക? നമ്മൾ ആൾറെഡി പറഞ്ഞു, കിഴക്കോട്ട് ഒഴുകി ഇവിടെ പതിക്കുന്നു, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. ചുവന്ന നദി എന്നറിയപ്പെടുന്നു, റെഡ് റിവർ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. മറന്നുപോലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഇനി അതുപോലെ തന്നെ ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര. മറന്നുപോലെ ഹിമാലയൻ നദികളിൽ ചുവന്ന നദി എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നദി ബ്രഹ്മപുത്രയാണ്. ഏറ്റവും കുറച്ച് മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നദി ബ്രഹ്മപുത്ര. മറന്നുപോലെ ഏറ്റവും കുറച്ച് മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നദി അത് ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളിൽ പുരുഷ നാമധേയത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്. നമ്മുടെ ഹിമാലയൻ നദികളിൽ പുരുഷ നാമധേയത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര. നമ്മളിപ്പോൾ 4 പോയിന്റാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 4 പോയിന്റ് എന്തൊക്കെയാണ്? നമ്മുടെ ഹിമാലയ നദികളിൽ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്. ഏറ്റവും കുറച്ച് മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്. നെക്സ്റ്റ് 4ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞ എന്താ? ഹിമാലയൻ നദികളിൽ പുരുഷ നാമധേയത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളിൽ പുരുഷ നാമധേയത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര. ക്ലിയർ ആണ്. ആ ഒരു പോയിന്റ് ക്ലിയർ ആണ്. ഇനി മറ്റ് എങ്ങനെയൊക്കെ അറിയപ്പെടുന്നു ബ്രഹ്മപുത്ര എന്ന് ചോദിച്ചാൽ ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. 5ാമത്തെ പോയിന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്. ഇനി ആസാമിൻ്റെ ദുഃഖം എന്ന് പറയുമ്പോൾ തന്നെ ആസാമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദിയും ബ്രഹ്മപുത്രയാണ്. ആസാമിൻ്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നു. ആസാമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്? ബ്രഹ്മപുത്രയാണ്. മറന്നുപോലെ ആസാമിൻ്റെ ദുഃഖവും ആസാമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദിയും ബ്രഹ്മപുത്ര. ഓക്കെ അല്ലേ? ആ ഒരു കാര്യത്തിൽ ഡൗട്ട് വരാൻ പാടില്ല. ഓക്കെ, കിട്ടും. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മപുത്ര നദിക്ക് കുറച്ച് പോഷക നദികളുണ്ട്. അതിൽ ഒരുപാട് പോഷക നദികളുണ്ടെങ്കിൽ ഒരു 4 പോഷക നദികൾ ജസ്റ്റ് ഞാൻ പറയാം. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സുബാൻസിരി, 2 ലുഹിത്, അടുത്ത് നമുക്ക് പറയാനോട്ട് മാനസ്, സുബാൻസിരി, ലുഹിത്, മാനസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിനായിട്ട് പറയുമ്പോൾ സുബാൻസിരി, ലുഹിത്, മാനസ്. അത് മാനസെന്നോ അല്ലെങ്കിൽ മാനസെന്നോ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ് സുബാൻസിരി, ലുഹിത്, മാനാസ്. അതുപോലെ തന്നെയാണ് ടീസ്റ്റ. ഓക്കെ, ടീസ്റ്റ എന്നൊരു പോഷക നദി കൂടെ ഉണ്ട്. അപ്പോൾ 4 നമുക്ക് ഒരുപാട് പോഷക നദി ഉണ്ടെങ്കിൽ 4 പ്രധാനമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഈ 4 പോഷക നദി, ബ്രഹ്മപുത്രയുടെ 4 പോഷക നദി എന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൽ സുബാൻസിരിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബാൻസിരി. ബ്രഹ്മപുത്ര
ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് അപ്പോൾ സുബാൻസിരിയാണ്. മറന്നുപോലെ ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബാൻസിരി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ലുഹിതിനെ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പാലം ഏതാന്ന് ചോദിച്ചാൽ അത് ഫൂബൻ ഹസാരിക പാലമാണ്. മറന്നുപോലെ ഫൂബൻ ഹസാരിക പാലം. ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പാലം ഏതാന്ന് ചോദിച്ചാൽ ഫൂബൻ ഹസാരിക പാലമാണ്. ഇത് ധോള സാദിയ പാലം എന്നും അറിയപ്പെടുന്നു. ഈ പാലം ധോള സാദിയ പാലം എന്നും അറിയപ്പെടുന്നു. ഈ ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പാലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൂബൻ ഹസാരിക അല്ലെങ്കിൽ ധോള സാദിയ. ഫൂബൻ ഹസാരിക പാലം അല്ലെങ്കിൽ ധോള സാദിയ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ലുഹിത് അല്ലെങ്കിൽ ലോഹിത് എന്ന് പറയാം. ലോഹിത് നദിക്ക് കുറുകെയാണ് ഈ ഒരു ഫൂബൻ ഹസാരിക പാലം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നുപോലെ. ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പാലം ഏതാന്ന് ചോദിച്ചാൽ ഫൂബൻ ഹസാരിക പാലം അല്ലെങ്കിൽ ധോള സാദിയ പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? അത് ലുഹിത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറന്നുപോലെ ലുഹിത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മറന്നുപോലെ. ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കുക. മറ്റൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടീസ്റ്റ. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. ഓക്കെ അല്ലേ? ടീസ്റ്റയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. ഓക്കെ. ഈ ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ എങ്ങനെ അറിയപ്പെടുന്നു ചോദിക്കാം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി എങ്ങനെ അറിയപ്പെടുന്നു? ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജമുന എന്നാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ നമ്മുടെ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ എങ്ങനെ അറിയപ്പെടുന്നു? ചോദിച്ചാൽ ഡിഹാങ് എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെ അറിയപ്പെടുന്നു? മറന്നുപോലെ ഡിഹാങ് എന്നറിയപ്പെടുന്നു. ഓക്കെ. അപ്പോൾ ബംഗ്ലാദേശിൽ എങ്ങനെയാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്? ജമുന എന്ന പേരിലാണ്. അരുണാചൽ പ്രദേശിൽ എങ്ങനെ അറിയപ്പെടുന്നു? ഡിഹാങ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ തിബറ്റിൽ ബ്രഹ്മപുത്ര നദി എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. ഏത് പേരിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? മറന്നുപോലെ ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ എങ്ങനെ അറിയപ്പെടുന്നു ചോദിച്ചാൽ ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ അരുണാചൽ പ്രദേശിൽ എങ്ങനെ അറിയപ്പെടുന്നു ചോദിച്ചാൽ ഡിഹാങ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അത് നമ്മുടെ തിബറ്റിൽ എങ്ങനെ അറിയപ്പെടുന്നു ചോദിച്ചാൽ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. മറന്നുപോലെ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം, നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്യുക. ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? തിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ചെമായുങ്ദുങ് ഗ്ലേസിയർ നിന്ന് ഉത്ഭവിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെമായുങ്ദുങ് ഗ്ലേസിയർ നിന്ന് ഉത്ഭവിക്കുന്നു. ആകെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ 2900 കിലോമീറ്റർ. ആകെ ബ്രഹ്മപുത്രയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 2900 കിലോമീറ്റർ ആണ്. ഇത് എത്ര ഭാഗമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ 725 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 725 കിലോമീറ്റർ. അത് ആദ്യകാലങ്ങളിൽ അങ്ങനെയായിരുന്നു റിപ്പോർട്ട് വന്നിരുന്നത്. പക്ഷേ പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം ബ്രഹ്മപുത്രയുടെ എത്ര ഭാഗമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ 916 കിലോമീറ്റർ. ഈ ബ്രഹ്മപുത്ര നദി എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് നമുക്കറിയാം. കിഴക്കോട്ട് ഒഴുകി എവിടെ പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിൽ. ബ്രഹ്മപുത്ര നദി കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഈ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ ബ്രഹ്മപുത്ര നദി എങ്ങോട്ട് പ്രവേശിക്കുന്നു? നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഈ ബ്രഹ്മപുത്രയുടെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പറയുന്നു ഹിമാലയൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദി അത് ബ്രഹ്മപുത്രയാണ്. 2 ഹിമാലയൻ നദികളിൽ ഏറ്റവും കുറച്ച് മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മപുത്രയാണ്. അതുപോലെ തന്നെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളിൽ പുരുഷ നാമധേയത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാലും ബ്രഹ്മപുത്രയാണ്. മറന്നുപോലെ ഈ ഹിമാലയൻ നദികളിൽ പുരുഷ നാമധേയത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാലും അത് ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മപുത്രയാണ്. ക്ലിയർ ആണ്, അത് ബ്രഹ്മപുത്രയാണ്. ഇനി നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ ഒരു 4 പോഷക നദിയൊന്നും നമ്മൾ പഠിച്ചു വയ്ക്കുക. അതിലൊന്ന് സുബാൻസിരിയാണ്, 2 ലുഹിതാണ്, 3 മനാസാണ്, 4 ടീസ്റ്റ. ഓക്കെ, സുബാൻസിരി, ലുഹിത്, മനാസ്, ടീസ്റ്റ, അങ്ങനെ ഒരു 4 പോഷക നദി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ സുബാൻസിരി
സുബാൻസിരി, ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബാൻസിരി. രണ്ടാമത് നമ്മൾ പറയുകയാണെങ്കിൽ ലുഹിത്. ലുഹിതിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പാലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൂബൻ ഹസാരിക പാലം. അത് മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട് ധോള സാദിയ പാലം. ഇത് ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ധോള സാദിയ പാലമാണ്. ഈ ധോള സാദിയ പാലം അല്ലെങ്കിൽ ഹൂബൻ ഹസാരിക പാലം സ്ഥിതി ചെയ്യുന്നത് ലുഹിത് നദിയിലാണ്, അല്ലെങ്കിൽ ബ്രഹ്മപുത്ര നദിയിൽ എന്ന് പറയാം. കാരണം ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ലുഹിത്. ഓക്കെ അല്ലേ, പോഷക നദിയാണ് ലുഹിത്. ഓക്കെ അല്ലേ, എടുത്ത് ചോദിക്കുകയാണ് ലുഹിത് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ലുഹിത് തന്നെ ആൻസർ ചെയ്യാം. ഇല്ല, ലുഹിത് ഇല്ല, ബ്രഹ്മപുത്രയാണ് കാണുമെങ്കിൽ ബ്രഹ്മപുത്ര നമുക്ക് ആൻസറായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ബ്രഹ്മപുത്ര നദി ഉത്ഭവമൊക്കെ നമ്മൾ പറഞ്ഞു ചെമായുങ് ഗ്ലേസിയറിൽ നിന്നാണ്. എങ്കിൽ ഈ ബ്രഹ്മപുത്ര നദി നമ്മുടെ ബംഗ്ലാദേശിൽ എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമുന എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമുന എന്നറിയപ്പെടുന്നു. ജമുന, മറന്നുപോലെ ജമുന എന്നറിയപ്പെടുന്നു. ഈ ബ്രഹ്മപുത്ര നദി നമ്മുടെ അരുണാചൽ പ്രദേശിൽ വരുമ്പോൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്, അരുണാചൽ പ്രദേശിൽ എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക അത് ഡിഹാങ് എന്നാണ് അറിയപ്പെടുന്നത്, ഡിഹാങ്. ഇനി നമ്മുടെ ഈ ബ്രഹ്മപുത്ര നദി തിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സാങ്പോ. മറന്നുപോലെ സാങ്പോ എന്ന് പറയും. ഓക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചൊരു ബേസ് നമ്മൾ ഉണ്ടാക്കി. ഓക്കെ അല്ലേ, ബേസ്. ഓക്കെയാണ്, ഇത് ബ്രഹ്മപുത്ര എങ്ങനെയാണെന്നൊരു രൂപം നമുക്ക് കിട്ടി. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ബ്രഹ്മപുത്രയെക്കുറിച്ച് ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ പഠിക്കാനായിട്ട് എളുപ്പമാണ്. ഈ പോയിൻ്റൊക്കെ തന്നെ നമുക്ക് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്, എന്നാലും ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ അല്ലേ, അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക. നമുക്ക് ഈ ഒരു ഭാഗം കൊണ്ട് തന്നെ നിങ്ങൾ ബ്രഹ്മപുത്ര തറവായി തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ, ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ എക്സാമാണ്. ഇത്തിരി വലിയ കട്ടി ഇല്ലാത്ത സാധാരണ ഒരു എക്സാം, നോർമലായിട്ടുള്ളൊരു എക്സാം ആണെങ്കിൽ ഇത്രയും തന്നെ മതി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുറച്ച് കടുപ്പമാണ് എങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യുക, അടുത്തൊരു ഭാഗം കുറച്ചുകൂടെ പോയിൻറ്റ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ, സോ നമ്മൾ ബ്രഹ്മപുത്ര നദി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, ബ്രഹ്മപുത്ര റിവർ, ബ്രഹ്മപുത്ര ഹിമാലയ നദിയാണ്. ഹിമാലയ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ബ്രഹ്മപുത്ര നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറായിട്ട് പറയാം ചെമായുങ്തുങ് നിയർ ലേക്ക് മാനസ സരോവർ. ചെമായുങ്തുങ് ഗ്ലേസിയർ ആണ് അവിടെ ഒരു ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചെമായുങ്തുങ് നിയർ ലേക്ക് മാനസ സരോവർ. അപ്പോൾ തിബറ്റിനടുത്താണ് ഈ മാനസ സരോവർ സ്ഥിതി ചെയ്യുന്നത്. തിബറ്റിനടുത്തുള്ള മാനസ സരോവറിനടുത്തായിട്ടുള്ള ചെമായുങ്തുങ് ഗ്ലേസിയർ, അതായത് നമുക്ക് ഈസി ആയിട്ട് ബ്രഹ്മപുത്രയ്ക്ക് ചെമയാണെന്ന് ഓർത്ത് വയ്ക്കാം. ചെമ അല്ലേ, ചെമ. അപ്പോൾ ചെമായുങ്തുങ് ഗ്ലേസിയർ എന്നതാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്ന ഒരു പോയിന്റ്. ഓക്കെയാണ്, ആൾറെഡി നമ്മൾ പഠിച്ച പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ദ ഹിമാലയൻ റിവർ വിത്ത് ദ ഹയസ്റ്റ് വാട്ടർ ക്യാരിയിങ് കപ്പാസിറ്റി. ഏറ്റവും കൂടുതൽ ജലം വഹിക്കാൻ കഴിവുള്ള ഹിമാലയൻ നദി ഏതാന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര. ഏറ്റവും കൂടുതൽ ജലം വഹിക്കാൻ കഴിവുള്ള ഹിമാലയൻ നദി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്രയാണ്. ക്ലിയർ ആണ്, ആ പോയിന്റ് ക്ലിയർ ആണ്. നെക്സ്റ്റ് ആകെ ടോട്ടൽ ലെങ്ത് ഓഫ് ബ്രഹ്മപുത്ര എത്രയും ചോദിച്ചാൽ 2900 അല്ലെ, 2900 കിലോമീറ്റർ. ടോട്ടൽ ലെങ്ത് ചോദിച്ചാൽ 2900 കിലോമീറ്റർ ആണ്. നമ്മുടെ ആസ് പെർ NCERT STRT ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ഓഫ് ബ്രഹ്മപുത്ര റിവേഴ്സ് ഫ്ലോസ് ത്രൂ ഇന്ത്യയിലൂടെ ബ്രഹ്മപുത്ര നദി എത്ര കിലോമീറ്റർ ഒഴുകുന്നു ചോദിച്ചാൽ 725 കിലോമീറ്റർ ആണ്. പക്ഷേ അത് നിലവിലെ കണക്കനുസരിച്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 916 കിലോമീറ്റർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏതൊരു എക്സാം നോക്കിയാൽ ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ, ഉത്ഭവം ചെമായുങ്തുങ് ഗ്ലേസിയർ നിയർ ലേക്ക് മാനസ സരോവറാണ്. ഇനി ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. ടോട്ടൽ ലെങ്ത് 2900 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ ഒരു 725 കിലോമീറ്റർ, ഇപ്പോൾ പുതിയ കണക്കനുസരിച്ച് 916 കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട്. ക്ലിയർ ആണ്, ഇത്രയും പോയിന്റ് ഓക്കെ ആണല്ലോ. ശരി, നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സിലുള്ള കുറച്ച് ഇതാണ് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയാം. ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് എടുത്ത് പറയാനാണെങ്കിൽ ഇത് അറിയപ്പെടുന്നത് എങ്ങനെയാണ്, നൗൺ ആസ് ലൈഫ് ലൈൻ ഓഫ് ആസാം. ആസാമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രഹ്മപുത്രയാണ്. ആസാമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്നത് നൗൺ ആസ് ലൈഫ് ലൈൻ ഓഫ് ആസാം. എങ്ങനെ അറിയപ്പെടുന്നു, അത് ലൈഫ് ലൈൻ ഓഫ് ആസാം എന്നറിയപ്പെടുന്നു. രണ്ടാമത് പറയണേ നോൺ ആസ് സോറോ ഓഫ് ആസാം. ആ ലൈഫ് ലൈൻ നമ്മുടെ ലൈഫ് ലൈൻ എന്ന ജീവൻ രേഖ എന്നറിയപ്പെടുന്നത് പോലെ തന്നെയാണ് ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്, ബ്രഹ്മപുത്രയാണ്. ദുഃഖം എന്നറിയപ്പെടുന്നതും ആ ബ്രഹ്മപുത്രയാണ്. ഇത് നമ്മുടെ ബ്രഹ്മപുത്ര നദി ഋഗ്വേദത്തിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ലൗഹിത്യ എന്നറിയപ്പെടുന്നു. ഇൻ ഋഗ്വേദ ബ്രഹ്മപുത്ര നൗൺ ആസ് ലൗഹിത്യ. നമ്മുടെ ഈ ബ്രഹ്മപുത്ര നദി നമ്മുടെ ഋഗ്വേദത്തിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ലൗഹിത്യ എന്ന പേരിലാണ്. മറന്നുപോലെ ബ്രഹ്മപുത്ര നദി ഋഗ്വേദത്തിൽ എങ്ങനെയാണ് അറിയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൗഹിത്യ എന്നാണ് അറിയപ്പെട്ടത്. ക്ലിയർ ആണ്. നെക്സ്റ്റ് പറയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് പോയിന്റ്. വേൾഡ് ലാർജസ്റ്റ് റിവർ ഐലൻഡ് മജൂലി സിറ്റുവേറ്റഡ് ഇൻ ദ ബ്രഹ്മപുത്ര റിവർ. ഓക്കെ അല്ലേ? അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജൂലി. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്, മറന്നുപോലെ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജൂലി. നദീജന്യ ദ്വീപാണ് മജൂലി. അതായത് ഒരു നദിയുണ്ട്, നദിക്ക് നടുക്കായിട്ടൊരു ദ്വീപ്, ഫുള്ള് ജലം ചുറ്റി നിൽക്കുകയാണ്, നടുക്കായിട്ടൊരു ദ്വീപ്, അതാണ് നദീജന്യ ദ്വീപ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജൂലി. ഈ മജൂലി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയാണ്. അപ്പം നമ്മൾ അവിടെ ഓർക്കുക, ഈ ബ്രഹ്മപുത്ര നദിയിൽ മജൂലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആസാമിലാണ്. ആ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, മറന്നുപോലെ. ആസാമിലാണ്. ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ഈ മജൂലി നദീജന്യ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താ? നമ്മൾ വേൾഡ് ലാർജസ്റ്റ് റിവർ ഐലൻഡ്, അത് മജൂലിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജൂലി. ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദി. ആ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ആസാമിലാണ്. മറക്കല്ലേ? നദീജന്യ ദ്വീപായ മജൂലി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ആസാമിലാണ്. ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയിലാണ്. ഓക്കെ അല്ലേ? ആ ഒരു പോയിന്റ് ഓക്കെ ആണ്. നെക്സ്റ്റ് പോയിന്റ്, നാഷണൽ വാട്ടർ വേസ് 2 ഈസ് ഇൻ ബ്രഹ്മപുത്ര. നമുക്കറിയാം നാഷണൽ വാട്ടർ വേസ് ഉണ്ട്, ദേശീയ ജലപാതകളല്ലേ, ജലപാതകൾ പഠിക്കാനുണ്ട് നമുക്ക്. ദേശീയ ജലപാതകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. അതുപോലെ ദേശീയ ജലപാത 2 നാഷണൽ വാട്ടർ വേ 2 ഈസ് ഇൻ ബ്രഹ്മപുത്ര. രണ്ടാമത്തെ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. മറന്നുപോലെ, ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. സോ ഇവിടെ നമ്മൾ 5 പോയിന്റാണ് പഠിച്ചത്. അത് ആദ്യം പറഞ്ഞ പോയിന്റ് സിമ്പിളായിട്ട് നമുക്ക് പറയാം. എന്താണ് ഈ നമ്മുടെ ബ്രഹ്മപുത്ര എങ്ങനെ അറിയപ്പെടുന്നു? ലൈഫ് ലൈൻ ഓഫ് ആസാം, ആസാമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്നു. രണ്ടാമത് നൗൺ ആസ് സോറോ ഓഫ് ആസാം, ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഇനി ഋഗ്വേദത്തിൽ ബ്രഹ്മപുത്ര നദി എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ലൗഹിത്യ. മറന്നുപോലെ. നെക്സ്റ്റ് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജൂലി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്, മറന്നുപോലെ. നെക്സ്റ്റ് നമുക്കറിയാം ദേശീയ ജലപാതകളുണ്ട്. അതിൽ ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. എന്നാൽ ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മപുത്ര നദി. മറന്നുപോലെ, ദേശീയ ജലപാത 2 അതായത് നാഷണൽ വാട്ടർ വേസ് 2 സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര. ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും ചോദിക്കാം. ഓക്കെ ആണല്ലോ? ശരി, ഓക്കെ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതാ ഈ പോയിന്റ് പറഞ്ഞതാണ്, ദ ലീസ്റ്റ് പൊല്യൂട്ടഡ് ഹിമാലയൻ റിവർ. അതായത് ഹിമാലയൻ നദികൾ 3 എണ്ണമുണ്ട്. ഇതിൽ ഏറ്റവും വളരെ കുറച്ച് മാത്രം മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് ബ്രഹ്മപുത്ര. വളരെ കുറച്ച് മാത്രം മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നദി ഏത് നദികളിലാണ്? ഹിമാലയൻ നദികളിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര 3 ഹിമാലയൻ നദികളുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രം മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് ഏതാ? ബ്രഹ്മപുത്ര. ദ ലീസ്റ്റ് പൊല്യൂട്ടഡ് ഹിമാലയൻ റിവർ ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര. വളരെ കുറച്ച് മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് ബ്രഹ്മപുത്ര. ഇൻ ടിബറ്റ് ദ ബ്രഹ്മപുത്ര river is known by the name സാങ്പോ. അപ്പോൾ തിബറ്റിലെ ബ്രഹ്മപുത്ര നദി എങ്ങനെ അറിയപ്പെടുന്നു? നമ്മൾ പറഞ്ഞു സാങ്പോ എന്നറിയപ്പെടുന്നു അല്ലേ? സാങ്പോ എന്നറിയപ്പെടുന്നു. മറന്നുപോലെ ഈ പോയിന്റ് ആൾറെഡി നമ്മൾ പഠിച്ചതാണ്. സോ കുറച്ചുകൂടി നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തിബറ്റിലെ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. അരുണാചൽ പ്രദേശിലെ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ഏത് പേരില്ല? ദിഹാങ് എന്നാണ്. ഓക്കെ അല്ലേ? ദിഹാങ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെയാണ്. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ 4 പോയിന്റാണ് പഠിച്ചത്. ഓക്കെയാണ്, 4 പോയിന്റ് ഓക്കെയാണ്. എന്താ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ്? ഈ ഹിമാലയൻ നദികളിലെ ഏറ്റവും കുറച്ച് മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നദി ബ്രഹ്മപുത്രയാണ്. 2 തിബറ്റിലെ ബ്രഹ്മപുത്ര നദി എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സാങ്പോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിലെ ബ്രഹ്മപുത്ര നദി എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എങ്ങനെയാ? ദിഹാങ് എന്നാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജമുന. മറന്നുപോലെ, ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെ ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ദി ബ്രഹ്മപുത്ര ഈസ്. നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിൽ കിട്ടിക്കാണും എന്താണ്? സുബാൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ സുബാൻസിരി ഏറ്റവും വലിയ പോഷക നദിയാണ് സുബാൻസിരി. നെക്സ്റ്റ് നൗൺ ആസ് ദി ലൈഫ് ലൈൻ ഓഫ് ആസാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, ഒന്നുകൂടെ കയറി കിടക്കുന്നതാണ്. ഓക്കെ, നൗൺ ആസ് ദി ലൈഫ് ലൈൻ ഓഫ് ആസാം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. നൗൺ ആസ് ദ റെഡ് റിവർ. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്രത്യേകതകളിൽ പറഞ്ഞു ബ്രഹ്മപുത്രയാണ്. ഹിമാലയ നദികളിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര. ഹിമാലയ നദികളിൽ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫാസ്റ്റസ്റ്റ്
ഫ്ലോയിങ് ഇന്ത്യൻ റിവർ. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ടീസ്റ്റയാണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ടീസ്റ്റയാണ്. ടീസ്റ്റയും ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ടീസ്റ്റ. അപ്പോൾ ഇവിടെ നമ്മൾ 4 പോയിന്റാണ്. ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ദി ബ്രഹ്മപുത്ര ഈ സുബാൻസിരിയാണ്. ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് സുബാൻസിരിയാണ്. ഇത് ആസാമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്നു, ആൾറെഡി പഠിച്ചു. നൗഡാസ് ദ റെഡ് റിവർ, ഇത് എങ്ങനെയാണ്? ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഫാസ്റ്റസ്റ്റ് ഫ്ലോവിംഗ് റിവർ, ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ടീസ്റ്റ. ടീസ്റ്റ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ടീസ്റ്റ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ അല്ലേ? സോ നമ്മൾ ആൾറെഡി ഇത് പഠിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേഗത്തിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് അടുത്ത ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റെയിൽവേ കം റോഡ് ബ്രിഡ്ജ്. റെയിൽവേ കം റോഡ് ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ ബോഗിബീൽ ബ്രിഡ്ജാണ്, ബോഗിബീൽ പാലമാണ്. അത് ഇന്ത്യയിൽ ഏറ്റവും നീളത്തിൽ ഉള്ള റെയിൽവേ കം, അതായത് റെയിൽവേ ഗതാഗതം സാധ്യമാകും, റോഡ് ഗതാഗതം സാധ്യമാക്കുന്നു, അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജ്. അത് ഏത് നദിക്ക് കുറുകയാണെന്നുള്ള ചോദ്യം വന്ന ബ്രഹ്മപുത്രയ്ക്ക് കുറുകയാണ്. ആ ബ്രിഡ്ജിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോഗിബീൽ പാലമാണ്. അപ്പോൾ ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റെയിൽവേ കം റോഡ് ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ ബോഗിബീൽ പാലമാണ്. ബോഗിബീൽ പാലം. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റെയിൽവേ കം റോഡ് ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ ബോഗിബീൽ ബ്രിഡ്ജാണ്. അതായത് ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന റെയിൽവേ ഗതാഗതം സാധ്യമാക്കുന്ന, റോഡ് ഗതാഗതം സാധ്യമാക്കുന്ന രീതിയിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതാണ് ബോഗിബീൽ ബ്രിഡ്ജ്. അത് ഏറ്റവും വലുതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ ബോഗിബീൽ ബ്രിഡ്ജാണ്. അതായത് ഇതിൻ്റെ മുകൾ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഒരു 3-വേ റോഡാണ്. അതായത് 3-വേ റോഡാണ് മുകൾ ഭാഗത്ത് വരുന്നത്. താഴെയാണ് റെയിൽവേ ഗതാഗതം സാധ്യമാക്കുന്ന രീതിയിലാണ് ആ ഒരു പാലം ചെയ്തിരിക്കുന്നത്. ഓക്കെ, മുകളിൽ വന്നിട്ട് റോഡ് ഗതാഗതവും താഴെ വന്നിട്ട് റെയിൽവേ ഗതാഗതം സാധ്യമാക്കുന്ന രീതിയിലാണ് ഈ ഒരു ബ്രിഡ്ജ് വന്നിരിക്കുന്നത്. ഇത് ഏത് നദിക്ക് കുറുകെയാണ് വരുന്നത്? ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ ബോഗിബീൽ ബ്രിഡ്ജാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. മറന്നുപോലെ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ് ബോഗിബീൽ പാലം. അപ്പോൾ ഏത് നദിക്ക് കുറുകെ? ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ. എന്താണ് അതിന്റെ പ്രത്യേകത? ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഗിബീൽ പാലമാണ്. മറന്നുപോലെ, ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ ബോഗിബീൽ പാലമാണ്. അപ്പോൾ മുകളിലത്തെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധ്യമാകുന്നത്? റോഡ് ഗതാഗതം. താഴെ വരുമ്പോൾ അത് റെയിൽവേ ഗതാഗതം കൂടെ സാധ്യമാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബ്രിഡ്ജ് വന്നിട്ടുള്ളത് ഏത് നദിക്ക് കുറുകെയാണ്? ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ആ ഒരു പോയിന്റ്? മറന്നുപോലെ. നെക്സ്റ്റ് പറയുന്നത് ദ പ്ലേസ് വെയർ ബ്രഹ്മപുത്ര എൻഡേഴ്സ് ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ചോദ്യം വന്നാൽ അവിടെ ഓർക്കുക, സാദിയ. ഓക്കെ അല്ലേ? സാദിയ എന്ന പ്രദേശത്ത് വെച്ചാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. സാദിയ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ സാദിയ വരുന്നത് എവിടെയാ? അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ സ്ഥലമാണ് സാദിയ. ഈ സാദിയ എന്ന പ്രദേശത്തിലൂടെ നമ്മുടെ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് കടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ആ ഒരു പോയിന്റ് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൺട്രീസ് ഹാവിംഗ് ദ കാച്ച്മെന്റ് ഏരിയ ഓഫ് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം. അതായത് ഇത്രയേ ഉള്ളൂ. ഈ നമ്മുടെ ബ്രഹ്മപുത്ര നദി ഏതൊക്കെ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഓർക്കുക, ഏതൊക്കെ രാജ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ പ്രദേശങ്ങളിലൂടെ നമ്മുടെ ഈ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഓർത്തു പറയുക, ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട്, ചൈനയിലൂടെ ഒഴുകുന്നുണ്ട്, നേപ്പാളിലൂടെ ഒഴുകുന്നുണ്ട്, ഭൂട്ടാനിലൂടെ ഒഴുകുന്നുണ്ട്, ബംഗ്ലാദേശിലൂടെ ഒഴുകുന്നുണ്ട്. ഓക്കെ അല്ലേ? 5 രാജ്യങ്ങളിലൂടെ ഏത് നദി ഒഴുകുന്നുണ്ട്? നമ്മുടെ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നുണ്ട്. മറന്നുപോലെ, ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. നമ്മൾ സിന്ധു നദി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ സിന്ധു നദി ഒഴുകുന്നത് ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും മാത്രമാണ്. പക്ഷേ ബ്രഹ്മപുത്ര ഇവിടെ 5 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ പഠിച്ചു ബോഗിബീൽ ബ്രിഡ്ജ് ഓക്കെയാണ്. സാദിയ എന്ന പ്രദേശം ഓക്കെയാണ്. ബോഗിബീൽ ബ്രിഡ്ജ് എന്താണ്? ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജാണ്. ഓക്കെ അല്ലേ? അതിലൂടെ റോഡ് ഗതാഗതം സാധ്യമാകുന്നുണ്ട് ആ പാലത്തിലൂടെ. അതിനോടൊപ്പം തന്നെ റെയിൽ ഗതാഗതവും ആ പാലത്തിലൂടെ സാധ്യമാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ആ ഒരു പോയിന്റ്? ഓക്കെയാണ്. ഓക്കെ, അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് നമ്മൾ പറയുന്നത്. അതിൽ നമ്മൾ പരിചയപ്പെട്ട പോഷക നദി ടീസ്റ്റ. നമ്മൾ ടീസ്റ്റ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ടീസ്റ്റയുടെ പ്രത്യേകത? ടീസ്റ്റയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. പരിചയപ്പെട്ടു. ഓക്കെയാണ്. മനാസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത് പറയുന്ന ലോഹിതാണ്. ലോഹിത് നമ്മൾ ഇനിയും പഠിക്കും. ഭൂപൻ ഹസാരിക പാലം സ്ഥിതി ചെയ്യുന്ന ലോഹിതിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെയാണ്, മറന്നു പോകരുത്.
ഓക്കെ. നെക്സ്റ്റ് ദിബാങ്, മേജർ ട്രിബ്യൂട്ടറീസ് ബ്രഹ്മപുത്ര, ദിബാങ് എന്ന് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സുബാൻസിരി ഇമ്പോർട്ടൻ്റ് ആണ്, സുബാൻസിരി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് കാമങ് ഓക്കെ, കാമങ് എന്നൊരു പോഷക നദി പറയുന്നുണ്ട്. അടുത്ത് പറയുന്നത് ബുർഹി എന്നൊരു പോഷക നദി, ഡിഹിങ് എന്നൊരു പോഷക നദിയുണ്ട്, രംഗോ എന്നൊരു പോഷക നദിയുണ്ട്. പക്ഷേ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടീസ്റ്റ് നമുക്ക് വേണം, ലോഹിത് നമുക്ക് അത്യാവശ്യമാണ്, മാനാസ് ഓക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, സുബാൻസിരി ചോദിച്ചിട്ടുള്ളതാണ്, കാമങ്ങും നമുക്ക് പ്രധാനപ്പെട്ട. സോ ഈ നമ്മൾ പോഷക നദികൾ എത്രയെണ്ണം പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട 9 പോഷക നദി നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും 5 നമ്മൾ മറക്കാതെ ഓർക്കുക. കാരണം ചോദിക്കാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വരാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഏതൊക്കെയാണ് പോഷക നദികൾ? ടീസ്റ്റ വരുന്നുണ്ട്, മനാസ് വരുന്നുണ്ട്, ലോഹിത് വരുന്നുണ്ട്, സുബാൻസിരി വരുന്നുണ്ട്, കാമങ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? മറ്റതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേക്കുക. ദിബാങ്, ബുർഹി, ദിഹിങ്, രംഗോ ഇതെല്ലാം ഇതിൻ്റെ പോഷക നദികളാണ്. പക്ഷെ പ്രധാനമായിട്ടും ടീസ്റ്റ, മനാസ്, സുബാൻസിരി, കാമങ് ഉണ്ട്, ലോഹിത് ഉണ്ട്. ലോഹിത് ഈ 5 പോഷക നദികളും മറക്കാതെ ഓർക്കുക. ടീസ്റ്റ, ലോഹിത്, സുബാൻസിരി, കാമങ്, മനാസ് 5 നിങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക. കാരണം ഈ ട്രിബ്യൂട്ടറീസ് ഒക്കെ നമുക്ക് ഇടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? ആ ഒരു പോയിന്റ് ക്ലിയർ ആണ്. ഓക്കെ, മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ബ്രഹ്മപുത്ര, ടീസ്റ്റ, ലോഹിത്, സുബാൻസിരി, കാമങ്, മനാസ്. മറ്റൊന്ന് വായിച്ചു വെച്ചേക്കുക. ദിബാങ് ഉണ്ട്, ബുർഹി ഉണ്ട്, ദിഹിങ് ഉണ്ട്, രംഗോ ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി, അടുത്ത പോയിന്റ്സിലോട്ട് നോക്കാം. ഓക്കെ, അവിടെ ഒരു പോയിന്റ് ഇവിടെ വരുന്നുണ്ട്, സാങ്പോ എന്നുള്ളത് വരുന്നുണ്ട്. നമ്മൾ ആൾറെഡി അതൊരു എവിടെയാ തിബറ്റിൽ എങ്ങനെ അറിയപ്പെടുന്നു എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ഓക്കെ. സോ ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചതാണ് ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ്. അത് നമ്മൾ പറഞ്ഞതാണ്. ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പാലം ഏതാന്ന് ചോദിച്ചാൽ ധോള സാദിയ പാലം. ഇത് മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്, ഭൂപൻ ഹസാരിക പാലം എന്നും അറിയപ്പെടുന്നു. മറന്നുപോലെ ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പാലം ഏതാന്ന് ചോദിച്ചാൽ ധോള സാദിയ ബ്രിഡ്ജാണ്. അല്ലെങ്കിൽ ഇത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഭൂപൻ ഹസാരിക പാലം എന്നും അറിയപ്പെടുന്നു. മറന്നുപോലെ ഭൂപൻ ഹസാരിക പാലം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണെന്ന് പറയുന്നു. ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ആകെ ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത് 9.15 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ആകെ ലെങ്ത് പറഞ്ഞിരിക്കുന്നത്. മറന്നുപോലെ അതുപോലെ തന്നെ ഈ ധോള സാദിയ ബ്രിഡ്ജ് ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ലോഹിത് റിവർ. നമ്മൾ പറഞ്ഞായിരുന്നു ഈ ധോള സാദിയ പാലം ഏതിലാണ് നിർമ്മിച്ചിരിക്കുന്നതായിട്ട് പറയുന്നത്? ഏതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ലോഹിത് റിവറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പാലമാണ് ധോള സാദിയ പാലം. ഇത് ഭൂപൻ ഹസാരിക പാലം എന്നും അറിയപ്പെടുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആസാമിലാണ്. ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ 9.15 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ആകെ ലെങ്ത് പറയുന്നത്. ഈ ധോള സാദിയ ബ്രിഡ്ജ് ഈസ് കൺസ്ട്രക്റ്റഡ്, അത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലായിട്ടാണെന്ന് ചോദിച്ചാൽ ലോഹിത് നദിയിലായിട്ടാണ്. ലോഹിത് നമുക്കറിയാം, നമ്മുടെ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ലോഹിത്. ആ ഒരു പോയിന്റ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെയാണ്. നെക്സ്റ്റ്, ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ബ്രിഡ്ജ്. ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ പാലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദിബാങ് റിവർ ബ്രിഡ്ജാണ്. ദിബാങ്, അതിൻ്റെ നീളം എന്ന് പറയുമ്പോൾ 6.2 കിലോമീറ്റർ ആണ്, 6.2 കിലോമീറ്റർ ആണ് ദിബാങ് റിവർ ബ്രിഡ്ജിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയിലെ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ പാലം ഏതാണെന്ന് ചോദിച്ചാൽ ദിബാങ് ആണ്. ദിബാങ് റിവർ ബ്രിഡ്ജ് ആണ്. ഇന്ത്യ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ ദിബാങ് ആണ്. മറന്നുപോലെ ഇന്ത്യ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ ദിബാങ് ആണ്. ഏതാണ്? ദിബാങ്. മറന്നുപോലെ. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെ ദ ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദ വേൾഡ്. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണെന്ന് ചോദിച്ചാൽ അത് സുന്ദർബൻ ഡെൽറ്റയാണ്. മറന്നുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണെന്ന് ചോദിച്ചാൽ അത് സുന്ദർബൻ ഡെൽറ്റ. മറന്നുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്ദർബൻ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വെസ്റ്റ് ബംഗാളിലാണ്. സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ് എന്ന കാര്യം നമുക്കറിയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ മറന്നുപോകുന്നത് ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദ വേൾഡ്, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുന്ദർബൻ ഡെൽറ്റയാണ്. സുന്ദർബൻ ഡെൽറ്റ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏതൊക്കെ നദികൾ ചേർന്നിട്ടാണ് സുന്ദർബൻ ഡെൽറ്റ രൂപീകരിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഓർത്തു വയ്ക്കുക, ഗംഗ ബ്രഹ്മപുത്ര. ഏതൊക്കെ നദികൾ ചേർന്നിട്ടാണ് സുന്ദർബൻ ഡെൽറ്റ രൂപീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നിട്ടാണ്. ദ റിവേഴ്സ് ഫോമിംഗ് സുന്ദർബൻ ഡെൽറ്റ. അത് ഏതൊക്കെ നദികൾ ചേർന്നിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത്? ഗംഗ ബ്രഹ്മപുത്ര.
ഓക്കെയാണ്. ഇത്രയും ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിക്ക് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യസ് ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ ധോള സാദിയ ബ്രിഡ്ജാണ്. ഇത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് എന്നും അറിയപ്പെടുന്നു. സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഇതിന്റെ ആകെ നീളം പറയുന്നത് 9.15 കിലോമീറ്റർ ആണ് പറയുന്നത്. ധോള സാദിയ ബ്രിഡ്ജ് ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ലോഹിത് റിവർ ആണ്. ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ലോഹിത് നദിക്ക് കുറുകെയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ്, ഇന്ത്യയിലെ രണ്ടാമത്തെ നദിക്ക് കുറുകെയുള്ള രണ്ടാമത്തെ വലിയ പാലം ഏതാണെന്ന് ചോദിച്ചാൽ ദിബാങ് റിവർ ബ്രിഡ്ജ് ആണ്. 6.2 കിലോമീറ്റർ ആണ് അതിന്റെ ലെങ്ത് പറയുന്നത്. ദ ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദി വേൾഡ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സുന്ദർബൻ ഡെൽറ്റ. സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളിലാണ്. സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളിലാണ്. നെക്സ്റ്റ് പോയിന്റ്, ഈ സുന്ദർബൻ ഡെൽറ്റ രൂപീകരിച്ചിരിക്കുന്നത് 2 നദികൾ ചേർന്നിട്ടാണ്. 2 നദികൾ ഏതൊക്കെയാണ്? ഗംഗ ബ്രഹ്മപുത്ര. ഓക്കെ അല്ലേ? 2 നദികൾ ചേർന്നിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്. ക്ലിയർ ആണ്? ഇത്രയും ബ്രഹ്മപുത്രയെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള. ബ്രഹ്മപുത്ര നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നും, പക്ഷേ അങ്ങനെയൊന്നുമില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളൂ. അതായത് നമുക്ക് ഒട്ടും ചാൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യനൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇത് പഠിച്ചിട്ടുള്ളത്. വളരെ ഏകദേശം അത്യാവശ്യം മാക്സിമം നമുക്ക് റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സോ ബ്രഹ്മപുത്ര എന്നൊരു പാർട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? സോ ബ്രഹ്മപുത്ര എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെയാണ്? അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ആ ക്ലാസ് കാണുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നല്ല രീതിയിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കണ്ടു കിട്ടിയില്ലായെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കണ്ട് നല്ല രീതിയിൽ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. കാരണം കുറച്ച് പോയിന്റ്സ് മാത്രമേ ബ്രഹ്മപുത്രയെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അതും എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, എല്ലാം ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ്, വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് വരുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ആരും ഒരു മടി വിചാരിക്കരുത്, നല്ല രീതിയിൽ അത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മപുത്രയുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും നമ്മൾ ബ്രഹ്മപുത്ര നദി കവർ ചെയ്തിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട്, അത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ എന്തായാലും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനോട് കൂടി നമ്മൾ ഫുള്ളായിട്ട് ബ്രഹ്മപുത്രയെക്കുറിച്ച് അങ്ങ് പഠിച്ചു കഴിയും. ഓക്കെ, ക്ലിയർ ആണ്? നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. വേർ ഡസ് ദ ബ്രഹ്മപുത്ര റിവർ ഒറിജിനേറ്റ്? അപ്പോൾ എവിടെ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാ? അപ്പോൾ ചോദ്യം വരികയാണ്. ആൻസർ നമ്മൾ പറയുന്നു. എ സാദിയ, അരുണാചൽ പ്രദേശിലെ സാദിയ. 2 ഗായ്മുഖ് നിയർ ഗംഗോത്രി ഗ്ലേസിയർ. 3 ചെമായുങ്തുങ് നിയർ ലേക്ക് മാനസ സരോവർ. 4 യമുനോത്രി ഗ്ലേസിയർ. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ശരിയല്ലേ? ആൻസർ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഓക്കെയാണ്. എവിടെ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്? ചെമായുങ്തുങ് നിയർ ലേക്ക് മാനസ സരോവർ. ശരിയല്ലേ? ഓക്കെയാണോ? ഒരു പോയിന്റ് ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. Which Himalayan river has the highest water carrying capacity? അതായത് ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കാൻ കഴിവുള്ള നദി ഏതാണ്? ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കാൻ കഴിവുള്ള നദി ഏതാ? നമ്മൾ പറഞ്ഞു 3 നദിയാണ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാന്ന് നമ്മൾ പറഞ്ഞു. ഓപ്ഷൻ നോക്കിയേ. എ ഗംഗ, ബി യമുന, സി ടീസ്റ്റ വരുന്നുണ്ട്, ഡി വരുന്നത് ബ്രഹ്മപുത്രയാണ്. നമ്മൾ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കും? ഇപ്പം തന്നെ നിങ്ങൾ അത് തിരഞ്ഞെടുത്ത് കാണും ഇല്ലേ? ശരിയല്ലേ? നിങ്ങൾ ഉറപ്പായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. നമ്മുടെ ആൻസർ വരുന്നത് ഏതാ? ഡി ആണ്, ബ്രഹ്മപുത്ര. ഡി ബ്രഹ്മപുത്ര. ശരിയാണോ നമുക്ക് നോക്കാം? ബ്രഹ്മപുത്ര ശരിയാണോ നോക്കാം? കറക്റ്റ് അല്ലേ? ബ്രഹ്മപുത്ര. ഓക്കെ അല്ലേ? ബ്രഹ്മപുത്ര ശരിയാണ്, ശരിയായ ഓപ്ഷനാണ്. അപ്പം മറന്നുപോലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ബ്രഹ്മപുത്ര റിവർ? നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ ആകെ നീളമാണ് ചോദിക്കുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ ആകെ നീളം എത്രയാ പറയുന്നത്? അതായത് നമുക്ക് ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. എ 2525 കിലോമീറ്റർ ആണ്, ബി 2900 കിലോമീറ്റർ ആണ്, സി 725 കിലോമീറ്റർ ആണ്, ഡി വരുന്നത് 9.15 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 4 ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ബ്രഹ്മപുത്ര നദിയുടെ ലെങ്ത് എത്രയാണെന്ന്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എന്താ? നമുക്ക് 2900 അല്ലേ? നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണോ? ശരിയാണോ നോക്കാം. നമ്മൾ കണ്ടെത്തിയ ആൻസർ ശരിയാണോ നമുക്ക് നോക്കാം. 2900 കിലോമീറ്റർ. ഓക്കെ ആണോ? ശരിയാണ്, ബി ഓപ്ഷനാണ്. 2900 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 3 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര ബൈ ഹാർട്ട് ആയിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്
ദ ബ്രഹ്മപുത്ര റിവർ ഫ്ലോസ് ത്രൂ ഇന്ത്യ. ഇന്ത്യയിലൂടെ ബ്രഹ്മപുത്ര നദി എത്ര കിലോമീറ്റർ കടന്നു പോകുന്നു? ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. വേറെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഓപ്ഷനും ഇല്ല. ഇപ്പോൾ 2900 എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രയുടെ നീളമാണ് 2525 അല്ല 725 കിലോമീറ്റർ, 6.2 കിലോമീറ്റർ. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. എത്രയാ? 725 കിലോമീറ്റർ. പക്ഷേ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. പുതിയ റിപ്പോർട്ട് പ്രകാരം 916 കിലോമീറ്റർ ആണ്. ഞാൻ ആൾറെഡി ഇത് പറഞ്ഞ കാര്യമാണ്. ഓപ്ഷനിൽ 916ഉം 725 വന്നാൽ നമ്മൾ 916 എടുത്താൽ മതി. ഓക്കെ അല്ലേ? 916 എടുത്താൽ മതിയാകും. ഓക്കെ ആണല്ലോ. പക്ഷേ ഇവിടെ വരുമ്പോൾ ആൻസർ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ സി ആണ്, 725 കിലോമീറ്റർ. ക്ലിയർ ആണ്, 725 കിലോമീറ്റർ. ഓക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബൈ വാട്ട് നെയിം ഈസ് ദ ബ്രഹ്മപുത്ര റിവർ നോൺ ഇൻ തിബറ്റ്? ബ്രഹ്മപുത്ര തിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? തിബറ്റിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ഏത് പേരിലാ എന്ന ചോദ്യം വന്നിരിക്കുന്നത്. അതിൽ 4 ഓപ്ഷൻ വരുന്നുണ്ട്. എ ഓപ്ഷൻ വരുന്നത് ഡിഹാങ് എന്നറിയപ്പെടുന്നു, ബി സാങ്പോ എന്നറിയപ്പെടുന്നു, സി പത്മ എന്നറിയപ്പെടുന്നു, ഡി ലോഹിത് എന്നറിയപ്പെടുന്നു. ഓക്കെയാണ്, പത്മ, ലോഹിത്. ഓക്കെ, 4 പോയിന്റ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എ എന്നറിയാം. എവിടെ നിന്ന് അറിയാം? എ ഡിഹാങ് എന്ന് വന്നിരിക്കുന്നത് എവിടെയാ? അരുണാചൽ പ്രദേശിലാണ് അല്ലേ? അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ സാങ്പോ എന്ന് വന്നിരിക്കുന്നത് എവിടെയാണ്? അത് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിബറ്റിലാണ്. അപ്പം നമ്മുടെ ആൻസർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എന്താ? സാങ്പോ. ബി ഓപ്ഷനാണ്. അപ്പം നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാണെന്ന് നോക്കാം. ബി ശരിയാണെന്ന് നോക്കാം. എന്താ? നോക്കാം, ബി ആണ്, സാങ്പോ. ഓക്കെ അല്ലേ? ബ്രഹ്മപുത്ര നദി തിബറ്റിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സാങ്പോ. ഓക്കെ അല്ലേ? ഓക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബൈ വാട്ട് നെയിം ഈസ് ബ്രഹ്മപുത്ര റിവർ നൗൺ ഇൻ അരുണാചൽ പ്രദേശ്? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞുള്ളൂ. ഇതിന് ഞാൻ വീണ്ടും എക്സ്പ്ലനേഷൻ പറയുന്നില്ല. ഇതിൻ്റെ ആൻസർ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. എന്താണ്? ഇത് അറിയപ്പെടുന്നത് ഡിഹാങ് എന്നാണ് അല്ലേ? ഡിഹാങ് എന്നാണ് അറിയപ്പെടുന്നത്. സി ഓപ്ഷൻ. ഓക്കെ അല്ലേ? സി ഓപ്ഷൻ, ഡിഹാങ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ദി ബ്രഹ്മപുത്ര? ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഞാൻ എടുത്ത് പറഞ്ഞതാണ്. ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? ടീസ്റ്റിയാണോ, സുബാൻസിരിയാണോ, ലോഹിതാണോ, മനാസാണോ? ഏതാ ആൻസർ ആയിട്ട് വരിക? നിങ്ങൾ പറഞ്ഞേ, ഏത് ആൻസർ ആയിട്ട് വരിക? ഒന്ന് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഏതും എടുക്കാം. സുബാൻസിരി. ഓപ്ഷൻ ബി ആണ്, സുബാൻസിരി. നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് സുബാൻസിരി അല്ലേ? സുബാൻസിരിയാണ് നമ്മുടെ ആൻസർക്ക്. ശരിയാണോ നോക്കാം. ബി ഓപ്ഷൻ, സുബാൻസിരി. സുബാൻസിരി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് റിവർ ഈസ് നൗൺ ആസ് ദ ലൈഫ് ലൈൻ ഓഫ് ആസാം? നമ്മൾ 2 പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞ പോയിന്റ്സ് ആണ്. ലൈഫ് ലൈൻ ഓഫ് ആസാം, ആസാമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4 ഓപ്ഷൻ നമുക്ക് ഇവിടെയും തന്നിട്ടുണ്ട്. ഗംഗയുണ്ട്, ടീസ്റ്റയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്, ലോഹിതുണ്ട്. ഇതിൽ ഏതാണ് ലൈഫ് ലൈൻ ഓഫ് ആസാം? ആസാമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്? സി ബ്രഹ്മപുത്ര. ശരിയാണോ നോക്കാം. സി ബ്രഹ്മപുത്ര. ക്ലിയർ അല്ലേ? സി ബ്രഹ്മപുത്ര. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് റിവർ ഈസ് ആൾസോ നൗൺ ആസ് ദ റെഡ് റിവർ? റെഡ് റിവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? റെഡ് റിവർ, ചുവന്ന നദി. ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് ആൻസർ? ബ്രഹ്മപുത്ര. ഞാൻ വീണ്ടും ഇട്ട് ചോദിക്കുന്നില്ല. ബ്രഹ്മപുത്ര. റെഡ് റിവർ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ശരിയല്ലേ? ഓക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് ഇന്ത്യൻ റിവർ മെൻഷൻഡ് ഇൻ ദി ടെസ്റ്റ്? അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ബ്രഹ്മപുത്രയ്ക്ക് പോഷക നദിയുണ്ട്. ആ പോഷക നദികൾ ഒന്നാണ് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ബ്രഹ്മപുത്ര എല്ലാം നമുക്ക് മനസ്സിലായി. കാരണം ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ഗംഗയല്ലെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ആൻസർ ആയിട്ട് വരിക ടീസ്റ്റയും സുബാൻസിരിയും പോഷക നദിയാണ്. പക്ഷേ അതിൽ ഏതാണ് വേഗത്തിൽ ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റാ. പക്ഷേ ഏറ്റവും വലിയ പോഷക നദി സുബാൻസിരി. ഏറ്റവും വലുത് സുബാൻസിരിയാണ്. പക്ഷേ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് അത് ടീസ്റ്റിയാണ്. സോ നമുക്കിവിടെ ആൻസർ എന്താ പറയുക? നമുക്കിവിടെ ആൻസർ ടീസ്റ്റിയാണ്. ഏതാണ്? ടീസ്റ്റ. ഓക്കെ, ടീസ്റ്റിയാണ്. ഓക്കെ ആണല്ലോ? ആൻസർ ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ടീസ്റ്റിയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റെയിൽവേ കം റോഡ് ബ്രിഡ്ജ് ലൊക്കേറ്റഡ് ഓൺ ദ ബ്രഹ്മപുത്ര റിവർ? അപ്പോൾ നമ്മുടെ ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ കം റോഡ് ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിക്കാം. റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഇതും അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. നമ്മൾ ഇന്ത്യയിലെ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ റെയിൽവേ കം റോഡ് ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ, റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആയിട്ട് 4 വരുന്നുണ്ട്. 1 എ വരുന്നത് ദോള സാദിയ ബ്രിഡ്ജ്. ദോള സാദിയ ബ്രിഡ്ജ്. 2 ബോഗി ബീൽ ബ്രിഡ്ജ്. 2 ബോഗി ബീൽ ബ്രിഡ്ജ് വരുന്നുണ്ട്. 3 ദിബാങ് റിവർ ബ്രിഡ്ജ്. ദിബാങ് റിവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. 4 ഫറാക്ക ബാരേജ്. 4 ഫറാക്ക ബാരേജ് വരുന്നുണ്ട്. 4 ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കിത് ഏത് ആൻസർ ആയിട്ട് എടുക്കാം? നിങ്ങൾ പറഞ്ഞേ, ഏത് ആൻസർ ആയിട്ട് എടുക്കാം? ഏതാ?
നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്? ബോഗിബീൽ ബ്രിഡ്ജ് അല്ലേ? ബോഗിബീൽ ബ്രിഡ്ജാണ്. റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ ബോഗിബീൽ ബ്രിഡ്ജാണ്. ഇത് ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ ബോഗിബീൽ ബ്രിഡ്ജ്? ഓക്കെ ആണല്ലോ? ഓക്കെ, എന്തായാലും നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഓക്കെയാണ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വേർ ഡസ് ദ ബ്രഹ്മപുത്ര റിവർ എൻ്റർ ഇന്ത്യ? അപ്പോൾ ഈ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വച്ചിട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് എവിടെ വച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ സിമ്പിളായിട്ട് പറയും. എ ഓപ്ഷൻ സാദിയ, 2 ദേവപ്രയാഗാണ്, 3 ചെമായുങ് ഗ്ലേസിയറാണ്, 4 വരുന്നത് ദോള എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. നമ്മൾ സിമ്പിളായിട്ട് ആൻസർ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിൽ കിട്ടിയിട്ടില്ലേ? ആൻസർ കിട്ടിയില്ലേടാ? ഏതാണ്? അരുണാചൽ പ്രദേശിലെ സാദിയ അല്ലേ? സാദിയ അല്ലേ? സാദിയ. ഓക്കെ, ക്ലിയർ ആണ് ആ ക്വസ്റ്റ്യൻ. ഓക്കെയാണ്. വാട്ട് ഈസ് ഇന്ത്യസ് ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ്? ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാലം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാലം ഏതാ? അത് ബോഗിബീൽ ബ്രിഡ്ജാണോ? ദിബാങ് റിവർ ബ്രിഡ്ജാണോ? ദോല സാദിയ ബ്രിഡ്ജാണോ? ഗാന്ധിസാഗർ ബ്രിഡ്ജ് അണക്കെട്ടാണോ എന്നുള്ള രീതിക്കാണ് ചോദിച്ചിരിക്കുന്നത്. സോ 4 ഓപ്ഷനാണ്. നമ്മൾ ഇപ്പം തന്നെ ആൻസറിൽ എത്തിയിട്ടില്ലേ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏതാ? ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്, ദോള സാദിയ ബ്രിഡ്ജ് ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിലാണ്? ലോഹിത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പറഞ്ഞതാണ് 9.15 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് പറയുന്നത്. സോ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെയാണ്, ദോള സാദിയ ബ്രിഡ്ജ് ആണ്. ഓക്കെ, ശരിയാണ് അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ദോള സാദിയ ബ്രിഡ്ജ് ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് വിച്ച് റിവർ? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഏത് നദിയിലാണ്? ലോഹിത് നദിയിലാണ്. ലോഹിത് നദിയിലാണ് ദോള സാദിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഓക്കെയാണ്, നമ്മുടെ ആൻസർ ശരിയാണ്. ഓക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ഇന്ത്യ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ് മെഷർഡ് ഇൻ ദി ടെസ്റ്റ്? നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നദിക്ക് കുറുകെയുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ, പാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയാം നമുക്ക്? ബോഗിബീലാണോ? അല്ല, നമ്മൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞതാ. ദോള സാദിയാണോ? അല്ല, പറഞ്ഞു കഴിഞ്ഞതാ. ഇനി മൂന്നാമത് വരുന്നത് ദിബാങ് റിവർ ബ്രിഡ്ജ് ഉണ്ട്, ഹൗറ ബ്രിഡ്ജ് എന്തായാലും അല്ല. നമുക്കറിയാം ഹൗറ ബ്രിഡ്ജ് വരുന്നത് ഹൂഗ്ലി നദിയിലാണ്. എന്തായാലും അതല്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതായിട്ട് നമുക്ക് എടുക്കാം? ദിബാങ് റിവർ ബ്രിഡ്ജാണ്. ദിബാങ് രണ്ടാമത്തെ ഏറ്റവും വലിയ റിവർ ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദിബാങ് റിവർ ബ്രിഡ്ജാണ്. നമുക്ക് നോക്കാം, നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ നോക്കാം. ഓക്കെയാണ്, നോക്കാം. ദിബാങ് റിവർ ബ്രിഡ്ജ് ക്ലിയർ ആണ്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദ വേൾഡ്? ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയാം. നമ്മൾ ലാസ്റ്റ് പഠിച്ചതാണ്. ഏതാ? നൈൽ ഡെൽറ്റയാണോ? സുന്ദർബൻ ഡെൽറ്റയാണോ? ആമസോൺ ഡെൽറ്റയാണോ? മിസിസിപ്പി ഡെൽറ്റയാണോ? ഏതാണ് നമുക്ക് ആൻസറിൽ എടുക്കാൻ പറ്റുക? ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നത് ഒരേ ഒരു ഡെൽറ്റയാണ്, സുന്ദർബൻ ഡെൽറ്റ. പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു അല്ലേ? അതുകൊണ്ട് ആൻസർ ബി ആണ്. നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഈസി ആയിട്ട് കിട്ടത്തില്ലടാ? ഓക്കെയാണ്. അതിൻ്റെ ആൻസർ ശരിയാണോ നോക്കാം. ശരിയാണ്, സുന്ദർബൻ ഡെൽറ്റയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് 2 റിവേഴ്സ് പ്രൈമർലി ഫോം ദ സുന്ദർബൻസ് ഡെൽറ്റ? അപ്പോൾ നമ്മുടെ ഈ സുന്ദർബൻ ഡെൽറ്റ 2 നദികൾ ചേർന്നിട്ടാണ് രൂപീകരിക്കുന്നത്. ആ നദികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നു ഗംഗ യമുനയാണോ? 2 ബി ബ്രഹ്മപുത്ര ആൻഡ് ലോഹിതാണോ? ഗംഗ ആൻഡ് ബ്രഹ്മപുത്രയാണോ? ഗംഗ ആൻഡ് ഹൂഗ്ലിയാണോ? ഏത് 2 നദികൾ ചേർന്നിട്ടാണ് സുന്ദർബൻ ഡെൽറ്റ രൂപീകരിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾ ആൻസർ പറയും. തന്നെയല്ലേ? ഈസി ആയിട്ട് പറയത്തില്ലടാ. ഏതാ ആൻസർ വരിക? ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. സി ആണ് ഓപ്ഷൻ വരിക. നമ്മുടെ ആൻസർ ശരിയാന്ന് നോക്കാം. ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഓക്കെയാണ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ശരിയാണ് അല്ലേ? ശരിയാണ്. ഓക്കെ, അടുത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് നമുക്ക് ടൈറ്റ് ആയിട്ട് തോന്നാം, എന്നാലും നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ബ്രഹ്മപുത്ര റിവേഴ്സ് നെയിംസ് ആൻഡ് ഒറിജിൻ. ബ്രഹ്മപുത്ര നദിയുടെ ബ്രഹ്മപുത്ര റിവറിന്റെ നെയിംസ് ആൻഡ് ഒറിജിൻ, അതിന്റെ ഒറിജിനെയും ബ്രഹ്മപുത്ര നദിയെയും കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഒന്നാമത്തെ പോയിന്റ്, ദ ബ്രഹ്മപുത്ര ഒറിജിനേറ്റ്സ് ഫ്രം ദി ചെമായുങ് ഗ്ലേസിയർ നിയർ ലേക്ക് മാനസർ. അപ്പോൾ മാനസരോവറിനടുത്തുള്ള ചെമായുങ് ഗ്ലേസിയറിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിച്ചിട്ടുള്ളത്. ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ് അല്ലേ? ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ശരിയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ശരിയാണ്. ഓക്കെയാണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇൻ ടിബറ്റ് ദ റിവർ ഈസ് നൗൺ ബൈ ദ നെയിം ദിഹാങ്. ടിബറ്റിൽ ദിഹാങ് എന്നാണോ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത്? ടിബറ്റിൽ ആണോ? ഇല്ല, സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്, നമുക്കറിയാം. അപ്പോൾ അത് നമുക്ക് തെറ്റാണ് അല്ലേ? തെറ്റാണ്. ഇത് വന്നിട്ട് തെറ്റാണ്. മനസ്സിലായി? മൂന്നാമത്തെ പോയിന്റ്, ഇൻ അരുണാചൽ പ്രദേശ് ദ റിവർ ഈസ് നൗൺ ബൈ ദി നെയിം സാങ്പോ. അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണോ? ആണോ? അല്ല, അത് അറിയപ്പെടുന്നത് ദിഹാങ് എന്നാണ് അല്ലേ? അവിടെ അറിയപ്പെടുന്നത് ദിഹാങ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ അല്ലേ? ഇനി നാലാമത്തെ പോയിന്റ്, ദ റിവർ എൻഡേഴ്സ് ഇന്ത്യ അറ്റ് സാദിയ ഇൻ അരുണാചൽ പ്രദേശ്. ഓക്കെയാണ്. നമ്മുടെ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് സാദിയ എന്ന സ്ഥലം അരുണാചൽ പ്രദേശിൽ വെച്ചിട്ടാണ്. സോ നമുക്ക് ആൻസർ അത് ശരിയാണ്. ഓക്കെയാണ്. അപ്പോൾ നമുക്കിതിൽ ഓപ്ഷനിൽ ഏതൊക്കെ ശരിയാണെന്നാണ് ചോദിച്ചത്. ദാറ്റ് ആർ ട്രൂ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അവിടെ നമ്മൾ ആൻസർ ചെയ്യും. ഏതൊക്കെയാ? 1ഉം 4ഉം. സിമ്പിളായിട്ട് നമുക്ക് ആൻസറിൽ എത്താനായിട്ട് സാധിക്കും. ശരിയല്ലേടാ? നമ്മൾ കണ്ടെത്തിയ ആൻസർ ശരിയെന്ന് നോക്കാം. നിങ്ങൾ ഓരോരുത്തരും വെരിഫൈ ചെയ്ത് നോക്കുക. നമ്മൾ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് നല്ല രീതിയിൽ വെരിഫൈ ചെയ്യുക.
കാരണം ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഒരിക്കലും നമുക്ക് ഡൗട്ടിൽ പോകാൻ പാടില്ല. ക്ലിയർ ആണ്? ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താ? 1 and 4 ആണ്. 1 and 4 ആണ്. നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ അല്ലേടാ? ക്ലിയർ ആണ്. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ട്രൂ. അത് ശരിയല്ലാത്ത, ബ്രഹ്മപുത്രയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് പോയിന്റ് വായിക്കാം. ഇറ്റ് ഈസ് ദ ഹിമാലയൻ റിവർ വിത്ത് ദ ഹയസ്റ്റ് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കാൻ പറ്റുന്ന നദിയല്ലേ ബ്രഹ്മപുത്ര? ശരിയല്ലേ? ഒന്നാമത്തെ പോയിന്റ് ശരിയല്ലേ? ഏറ്റവും കൂടുതൽ ജലം വഹിക്കാൻ പറ്റുന്ന നദിയല്ലേ ബ്രഹ്മപുത്ര? കറക്റ്റാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ശരിയാണ്. ഓക്കെ അല്ലേ? ഡൗട്ടില്ല. രണ്ടാമത്തെ പോയിന്റ് പറയുന്നു ഇറ്റ് ഈസ് നൗൺ ആസ് ദ റെഡ് റിവർ ആൻഡ് ദ ലൈഫ് ലൈൻ ഓഫ് ആസാം. ഈ ബ്രഹ്മപുത്ര നദി ചുവന്ന നദി എന്നറിയപ്പെടുന്നു. അതുപോലെ ആസാമിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്? നമ്മുടെ ബ്രഹ്മപുത്രയാണ്. സോ അതും ശരിയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ദി ബ്രഹ്മപുത്ര ഈസ് ടീസ്റ്റിയാണ്. അതായത് ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് ടീസ്റ്റി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ബ്രഹ്മപുത്ര ഈസ് ടീസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ആണോ ടീസ്റ്റ? ആണോടെ? ഇല്ല. അപ്പോൾ നമ്മൾ തെറ്റെന്ന് അവിടെ കുറിക്കുന്നു. ഓക്കെ, ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബ്രഹ്മപുത്ര ഈസ് 2900 കിലോമീറ്റർ വിത്ത് 916 കിലോമീറ്റർ ഫ്ലോവിങ് ത്രൂ ഇന്ത്യ. അപ്പോൾ ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2900 കിലോമീറ്റർ ആണ്. ഇതിൽ 916 കിലോമീറ്റർ ഇന്ത്യയിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. ശരിയല്ലേടാ? നമ്മൾ ചോദിക്കുന്നത് എന്താ? നോട്ട് ട്രൂ, ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ എന്തായിട്ട് എടുക്കാം? നമുക്ക് ആൻസർ എന്താ? ബി അല്ലേ? 3 മാത്രം, 3 only, 3 only. ഓക്കെ ആണോ? നമുക്ക് ആൻസർ ശരിയാണോ നോക്കാം. ആൻസർ ശരിയാണോ? ഓക്കെ ആണ്. ബി 3 only ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് അടുത്ത് വരുന്നത് ഏതാണ്? ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ? ദ ധോളാസാദിയ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് ഈസ് ഇന്ത്യാസ് ലോങ്സ്റ്റ് റിവർ ബ്രിഡ്ജ് ആൻഡ് ഈസ് ബിൽറ്റ് അക്രോസ് ദ ലോഹിത് റിവർ. അപ്പോൾ ചോദ്യത്താ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്ന നദിക്ക് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമാണ് ധോളാസാദിയ. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ലോഹിത് നദിയിലാണ്. ഓക്കെ ആണോ? ലോഹിത് നദിയിലാണ്. ശരിയല്ലേടാ? പോയിന്റ് ശരിയല്ലേ? രണ്ടാമത് ദ ബോഗിബീൽ ബ്രിഡ്ജ് ഈസ് ഇന്ത്യാസ് ലോങ്സ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആൻഡ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ലോഹിത് റിവർ. ബോഗിബീൽ എന്നൊരു പാലമുണ്ട്. ബോഗിബീൽ എന്ന് റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജാണ് ഏതാ? ബോഗിബീൽ പാലം. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ലോഹിത് നദിയിലാണോ? അല്ല, ബ്രഹ്മപുത്ര നദിയിലാണ്. ലോഹിതിലല്ല. അപ്പോൾ അത് നമുക്ക് എന്താ? തെറ്റായിട്ടാണ് പറയാൻ പറ്റുക. തെറ്റാണ്. അത് എന്തായാലും ലോഹിത് നദിയിലല്ല. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? ഇന്ത്യ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ബ്രിഡ്ജ് ഈസ് ദ ദിബാങ് റിവർ ബ്രിഡ്ജാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദിബാങ് ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്കറിയാം ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ബ്രിഡ്ജ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. അത് ദിബാങ് ആണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ദിബാങ് റിവർ ബ്രിഡ്ജാണ്. ഓക്കെ, ആ ഒരു പ്രസ്താവന നമുക്ക് ശരിയാണെന്ന രീതിയിൽ തന്നെ എടുക്കാം. ഓക്കെ, പ്രസ്താവന ശരിയാണ്. നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ് പറയുന്നു ദ ധോളാസാദിയ ബ്രിഡ്ജ് ഈസ് ഇന്ത്യാസ് സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ബ്രിഡ്ജ് എന്ന് പറയുന്നു. ഇന്ത്യയിലെ രണ്ടാമത്തെ ലോങ്സ്റ്റ് റിവർ ബ്രിഡ്ജാണോ ധോളാസാദിയ? ഇല്ല. ഇന്ത്യയിലെ ഒന്നാമത്തെ റിവർ ബ്രിഡ്ജാണ് ഏതാ? ധോളാസാദിയ. ഇന്ത്യയിലെ ഏറ്റവും നീളത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ റിവർ ബ്രിഡ്ജാണ് ഏതാ? ധോളാസാദിയ. അത് സെക്കൻഡ് അല്ല, ഒന്നാമത്തെയാണ്, ഫസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? സോ അത് നോക്കിയിട്ട് എന്താ പറയുക? അത് തെറ്റാണ്. ഓക്കെ അല്ലേ? അത് തെറ്റാണ്. ധോളാസാദിയ ബ്രിഡ്ജ് ഈസ് ഇന്ത്യ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? തെറ്റാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് ട്രൂ ഏതൊക്കെ പറയാം? 1 and 3 എന്ന് പറയാം. 1 and 3 ആണ് നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷൻ. 1 and 3 ആണെന്ന് പറയാം. ശരിയാണോ? നിങ്ങൾക്ക് ഈ ഓപ്ഷൻ തന്നെയാണോ കിട്ടിയിട്ടുള്ളത്? നോക്കിയേ, 1 and 3 ആണ് ശരി വരുന്നത്. 2 തെറ്റാണ്. ബോഗിബീൽ ബ്രഹ്മപുത്രയിലാണ്. ലാസ്റ്റ് നാലാമത്തെ ധോളാസാദിയ ബ്രിഡ്ജ് അത് സെക്കൻഡ് ലാർജസ്റ്റ് അല്ല, ഫസ്റ്റ് ലാർജസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ലോങ്സ്റ്റ് ആണ്. ഏറ്റവും നീളം കൂടിയ റിവർ ബ്രിഡ്ജാണ് ധോളാസാദിയ. ഓക്കെയാണ്. ആ പോയിന്റ് ഓക്കെയാണ്. ശരി, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ട്രൂ. ശരിയല്ലാത്തത്. ദ ഫാസ്റ്റസ്റ്റ് ഫ്ലോവിംഗ് ഇന്ത്യൻ റിവർ മെൻഷൻഡ് ഇൻ ദി ടെസ്റ്റ് ഈസ് ദി ടീസ്റ്റ. ഇന്ത്യയിലൂടെ വേഗത്തിൽ ഒഴുകുന്ന നദിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ടീസ്റ്റയാണ്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ തന്നെ പറ. വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റയാണ്. ശരിയല്ലേ? ടീസ്റ്റയാണ്. ഓക്കെ ആണ്.
നെക്സ്റ്റ് 2 ദ സുന്ദർബൻ ഡെൽറ്റ ഈസ് ദി ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദി വേൾഡ്. ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദി വേൾഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സുന്ദർബൻ ഡെൽറ്റ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെയാണ്, ആ പോയിന്റ് ശരിയാണ്. സുന്ദർബൻ ഡെൽറ്റ ഈസ് ദ ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദി വേൾഡ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ എന്ന് പറഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് ദ സുന്ദർബൻസ് ഡെൽറ്റ ഈസ് ഫോംഡ് ബൈ ദി ഗംഗ ആൻഡ് യമുന റിവേഴ്സ്. ഇപ്പോൾ 2 നദികൾ ചേർന്നിട്ടാണ് ഈ സുന്ദർബൻ ഡെൽറ്റ രൂപീകരിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അത് ഗംഗയും യമുനയാണെന്ന് പറയുന്നു. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ അറിയാം ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നിട്ടാണ് സുന്ദർബൻ ഡെൽറ്റ രൂപീകരിച്ചിട്ടുള്ളതെന്ന് അറിയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലെത്താം. 3 തെറ്റാണ്, 3 തെറ്റാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് നോട്ട് ട്രൂ ആണ്. നോട്ട് ട്രൂ കണ്ടില്ലേ, നോട്ട് ട്രൂ ആണ്. അപ്പോൾ അങ്ങനെ നോട്ട് ട്രൂ വരുമ്പോൾ നമുക്ക് ഏത് ആൻസർ എടുക്കാം? ആൻസർ സി ആണ് ആൻസർ വരിക അല്ലേ, സി ആണ്. 1ഉം 2ഉം ശരിയാണ്. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ടി സി ആണ്. സുന്ദർബൻ ഡെൽറ്റ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ. ഓക്കെ, നോക്കിയേ, സി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ അത് 2 ഓപ്ഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദ ബ്രഹ്മപുത്ര റിവർ ഈസ് നൗൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ്. ബ്രഹ്മപുത്ര നദി ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ ഡിഫറെൻറ്റ് പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം ജമുന എന്നാണ് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്, തിബറ്റിൽ അറിയപ്പെടുന്ന സാങ്ബോ, അരുണാചൽ പ്രദേശിൽ ഡിഹാങ്, അങ്ങനെ വേറെ പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണ്, നമ്മൾ വെരിഫൈ ചെയ്തു, ക്ലിയർ ആണ്. ദ റിവർ ഈസ് കാൾഡ് സാങ്പോ ഇൻ തിബറ്റ് ആൻഡ് ദിഹാങ് ഇൻ അരുണാചൽ പ്രദേശ്. നമ്മളിപ്പോൾ പറഞ്ഞു 2 പോയിന്റും ശരിയല്ലേടാ, 2 പോയിന്റ് ശരിയല്ലേ? ഓക്കെയാണ്. അപ്പോൾ നമുക്കിതിൽ ഏത് ആൻസർ എടുക്കാം? ആൻസർ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ എടുക്കുക ഏതാ? നമുക്ക് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആണ്. അപ്പം നമ്മളിവിടെ ഫസ്റ്റിലത്തെ എയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിഫറൻറ്റ് പേരുകളിൽ അറിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ആ ഡിഫറൻറ്റ് പേരുകൾ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഫസ്റ്റ് പോയിന്റിനുള്ള എക്സ്പ്ലനേഷൻ ആയില്ലേ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ? അപ്പം നമുക്ക് ആൻസർ ഏതാ എടുക്കാം? സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എ ആൻസർ ആയിട്ട് എടുക്കാം. ശരിയല്ലേ? എ ആൻസർ ആയിട്ട് എടുക്കാം. ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. കറക്റ്റ് അല്ലേ? ശരിയാണ്. നമ്മൾ എ ഓപ്ഷനാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ശരിയല്ലേ? ആദ്യം പറഞ്ഞിരിക്കുന്ന ലൈനിന് കറക്റ്റായിട്ട് അതിന് കണക്കായിട്ടുള്ള പോയിന്റാണ് രണ്ടാമത്തെ ആറിലും പറഞ്ഞിരിക്കുന്നത്. സോ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശരിയല്ലേ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ദ ബ്രഹ്മപുത്ര ഈസ് നൗൺ ആസ് ദ ലൈഫ് ലൈൻ ഓഫ് ആസാം ആൻഡ് ദ റെഡ് റിവർ. ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന ലൈഫ് ലൈൻ ഓഫ് ആസാം എന്നും ചുവന്ന നദി എന്നും അറിയപ്പെടുന്നു. ശരിയാണ്. ദ ടീസ്റ്റ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഫ്ലോവിംഗ് ഇന്ത്യൻ റിവർ ആണ്. 2 ഓപ്ഷൻ ശരിയാണ് ഇല്ലേ? 2ഉം നമുക്ക് കിട്ടി. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഇനി തിരഞ്ഞെടുക്കണം. ബോത്ത് എ ആൻഡ് ആർ ട്രൂ, എ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ. പക്ഷേ ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? ഇല്ല, കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നും അല്ല. 2 ശരിയാണ്, പക്ഷേ എക്സ്പ്ലനേഷൻ ഒന്നും അല്ല. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷേ ബി ഓപ്ഷൻ എടുക്കാം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ അല്ലേ? കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ ബി ആണ് നമുക്ക് ശരിയായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്കും അത് ശരിയായിട്ട് തന്നെ കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഓക്കെയാണ്. നിങ്ങൾ ജസ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ കറക്റ്റ് ആയിട്ടുള്ളതാണോ സെക്കൻഡ് പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം നോക്കുക. ഓക്കെ അല്ലേ? നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ധോളാസാദിയ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് ഈസ് ഇൻ ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ്. ഒരു നദിക്ക് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമാണ് ധോളാസാദിയ. ശരിയാണ്, എ ശരിയാണ്. ഓക്കെയാണ്. അടുത്ത ആർ പറയുന്നത് ദ ധോളാസാദിയ ബ്രിഡ്ജ് ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ മെയിൻ ബ്രഹ്മപുത്ര റിവർ. അപ്പോൾ 6 പറഞ്ഞിരിക്കുന്ന ധോളാസാദിയ നിർമ്മിച്ചിരിക്കുന്ന ബ്രഹ്മപുത്ര റിവറിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അത് 6 ശരിയാണോ പറഞ്ഞിരിക്കുന്നത്? 6 ശരിയല്ല അല്ലേ? അപ്പോൾ നമുക്ക് പറയാം എ ശരിയാണ്, പക്ഷേ 6 എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇതിൽ ഏതാ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ വരുന്നത്? സി ആണ് അല്ലേ? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ് ആണ്. ആർ ഈസ് ഫാൾസ് ആണ്. ക്ലിയർ അല്ലേടാ? നിങ്ങൾക്ക് കിട്ടിക്കാണൂലേ ആ പോയിന്റ്? ഇപ്പം നമുക്കറിയാം ധോളാസാദിയ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിതലാണ്. പല ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആൻസർ നോക്കാം. സി ആണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ദ ബോഗിബീൽ ബ്രിഡ്ജ് ഇസ് ഇന്ത്യസ് ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ്. ദ ബോഗിബീൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യസ് ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ് ആണോ? അല്ല, റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആണ്. റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആണ് ബോഗിബീൽ, പക്ഷേ റിവർ ബ്രിഡ്ജ് അല്ല. അപ്പോൾ ആ എ എന്നുള്ളത് തെറ്റാണ്. അവിടെ തന്നെ നമുക്ക് കിട്ടും അല്ലേ? അവിടെ തന്നെ നമുക്ക് കിട്ടും. ശരിയാണോ? ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് 6 എന്ന് പറയുന്നത് എന്താ? ദ ബോഗിബീൽ ബ്രിഡ്ജ് ഈസ് ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആൻഡ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബ്രഹ്മപുത്ര റിവർ. അപ്പോൾ 6 എന്ന ഓപ്ഷനിൽ വരുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ നോക്കുക. എന്താ? ദ ബോഗിബീൽ ബ്രിഡ്ജ് ഈസ് ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആണ് ബോഗിബീൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ശരിയാണോ? ഇപ്പോൾ എ നമ്മൾ തെറ്റാണെന്ന് ആൾറെഡി പറഞ്ഞു. ബോഗിബീൽ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 6 എന്ന ഓപ്ഷൻ വന്നിട്ട് ശരിയാണോ? 6 നിങ്ങൾക്ക് കിട്ടിക്കാണും. ശരിയാണ് അല്ലേ? ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് ഏതാ? എ തെറ്റാണെന്നും 6 ശരിയാണെന്നും വരുന്ന ഓപ്ഷൻ ഏതാ? ഡി ആണ് അല്ലേ? എ ഈസ് ഫാൾസ് ആണ് ബട്ട് ആർ ഈസ് ട്രൂ എന്ന് വരുന്നത് ഡി ഓപ്ഷനാണ്. ഡി ഓപ്ഷൻ നമ്മൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണെന്ന് നമുക്ക് നോക്കാം.
ഡി ആണ് ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ ആണ്. ഓക്കെ നെക്സ്റ്റ് ദ സുന്ദർബൻസ് ഡെൽറ്റ ഈസ് ദ ലോങ്സ്റ്റ് ഡെൽറ്റ ഇൻ ദി വേൾഡ്. ശരിയാണ്, ദ സുന്ദർബൻ ഡെൽറ്റയാണ് ഏറ്റവും ലാർജസ്റ്റ്, ഏറ്റവും വലിയ ഡെൽറ്റ ഇൻ ദി വേൾഡ്. നെക്സ്റ്റ് ഓപ്ഷൻ പറയുന്നു 6 എന്ന ഓപ്ഷൻ, ദ സുന്ദർബൻസ് ഡെൽറ്റ ഈസ് ഫോംഡ് ബൈ ദി റിവേഴ്സ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഓക്കെ, ദ സുന്ദർബൻ ഡെൽറ്റ ഈസ് ഫോംഡ് ബൈ ദി റിവർ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുന്ദർബൻ ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്നുണ്ട്. ഈ ഡെൽറ്റ ഫോം ചെയ്യുന്നത് ഏതൊക്കെ നദികൾ ചേർന്നിട്ടാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. സുന്ദർബൻ ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലുതാണ്, ശരിയാണ്. 6 എന്ന ഓപ്ഷനിൽ ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നിട്ടാണോ ഇത് രൂപീകരിച്ചിട്ടുള്ളത്? ശരിയാണോ? ഓക്കെ, അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എയും 6ഉം ശരിയാണ്, ഈ എയും 6ഉം ശരിയാണ്. അപ്പോൾ ഈ രണ്ടും ശരിയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇനി കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് അടുത്ത് വരുന്നത്. അതിന് ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത് ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സുന്ദർബൻ എന്താണെന്ന് പറയുന്നു, ഏതൊക്കെ നദികൾ ചേർന്ന് രൂപീകരിച്ചെന്ന് രണ്ടാമത്തിൽ പറയുന്നു. സോ ഇറ്റ്സ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ നമുക്ക് ആൻസർ ചെയ്തെടുക്കാം, എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ അല്ലേ? എ എന്ന ഓപ്ഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? എ എന്ന ഓപ്ഷനാണ് ശരിയായിട്ട് വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ കിട്ടാത്തവരാണെങ്കിൽ ശരിക്കും നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് പറഞ്ഞ പോയിന്റിന് ശരിക്കും ഒരു എക്സ്പ്ലനേഷൻ പോലെയാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് എടുക്കാൻ നോക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ബ്രഹ്മപുത്ര എന്ന നദി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ റിവർ സിസ്റ്റം, ഇന്ത്യയിലെ റിവർ സിസ്റ്റം നോക്കുമ്പോൾ നമ്മൾ 2 നദികൾ പഠിച്ചു, സിന്ധു എന്നും ബ്രഹ്മപുത്ര. 2 നദികളാണ്, ഹിമാലയ നദികളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹിമാലയ നദികൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് എക്സാമിനും. അതായത് നമുക്ക് ഇവിടെ നടക്കുന്ന എക്സാം ആയാലും റെയിൽവേ എക്സാംസിനായാലും നദികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സോ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രഹ്മപുത്ര നന്നായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ബൈഹാർട്ട് ചെയ്തെടുക്കുക. കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. സിന്ധു ഗംഗ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ബ്രഹ്മപുത്രയിലുള്ളൂ. ബ്രഹ്മപുത്ര പഠിച്ചു, അതിൻ്റെ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് രണ്ട് കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം കാര്യങ്ങൾ, അതായത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 99% നമ്മൾ ബ്രഹ്മപുത്രയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാനും കുറച്ച് പോയിന്റ്സ് സ്കിപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത്യാവശ്യം വേണ്ടുന്ന പോയിന്റ്സ് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ശരിക്കും നമുക്കൊരു എക്സാമിന് എവിടെ നിന്നൊക്കെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. അത്രയും പോയിന്റ്സ് നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ.